അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലിൻസി വർഗീസാണ്. തൻ്റെ ജീവിതം എപ്രകാരം ദൈവം നടത്തി എന്ന് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അതൊരനുഗ്രഹവും പ്രതീക്ഷയും പ്രത്യാശയും വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി തീരും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിൻസി വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം ഏവർക്കും. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് അരോമ ടി വി ടെസ്റ്റിമണി പ്രോഗ്രാമിൽ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററോടും ഇതിന് മുഖാന്തരമായ സിസ്റ്റർ ട്രീസ മോസസിനോടും സിസ്റ്റർ രജനിയോടും ഞാൻ നന്ദി കരയറ്റുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് ലിൻസി വർഗീസാണ്. ഞാൻ ഇപ്പോൾ കുവൈറ്റിലായിരിക്കുന്നു. സ്റ്റാഫ് നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മകനുണ്ട്, ഇപ്പോൾ 12th ഇവിടെ പഠിക്കുന്നു. എൻ്റെ ജനന നാട് ആലപ്പുഴ പുളുങ്ങുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളൊരു സാധാരണ ഫാമിലിയിൽ കാത്തലിക്സ് വിശ്വാസത്തിലായിരുന്നു. 4 മക്കളിൽ മൂത്ത മകളായി ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ഇളയ സഹോദരി നണ്ണാണ്. അതിൻ്റെ ഇളയ സഹോദരി കഴിഞ്ഞ വർഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ദൈവതിരുസന്നിധിയിലായിരിക്കുന്നു. ഏറ്റവും ഇളയത് ഒരു ബ്രദറാണ്. ബ്രദർ ഇപ്പോൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, ഞങ്ങളൊരു സാധാരണ ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ഞാൻ ഉണ്ടായിക്കഴിഞ്ഞു അധികം താമസിയാതെ ഇളയ സഹോദരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരെയും കൂടെ നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്നെ എൻ്റെ അമ്മ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്. ഞാൻ നഴ്സറി മുതൽ പ്രീ ഡിഗ്രി വരെ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു നിന്ന് പഠിച്ച. അവധിക്കാലത്ത് മാത്രം എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. അവിടെ അമ്മ വീട്ടിൽ എന്നെ എല്ലാവരും വളരെയധികം സ്നേഹിച്ചിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചയും ആൻറ്റിമാരും അങ്കിളുമാരും എല്ലാവരും എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. ഒന്നിനും ഒരു കുറവില്ലാതെയാണ് ദൈവം അവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും സാഹചര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് അവിടെ തന്നെ നിന്ന് അമ്മ എപ്പോഴും പറയുമോ നന്നായിട്ട് പഠിക്കണം, പഠിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, അനിയത്തിമാരെ എല്ലാവരെയും നോക്കണം, അങ്ങനെയൊക്കെ പറയുമായിരുന്നുകൊണ്ട് എങ്ങനെയും നന്നായി പഠിക്കണം എന്നുള്ള ഒരു ആശയിൽ അവിടെ തന്നെ നിന്നു. എൻ്റെ പഠനം പൂർത്തീകരിച്ചു ദൈവത്തിൻ്റെ കൃപയാൽ. അതിനുശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ മധ്യപ്രദേശ് ഇൻഡോർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അവിടെ എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവിടെ എന്നെ നേഴ്സിംഗ് പഠനത്തിനായി അവിടെ കൊണ്ടാക്കി. അവിടെ നേഴ്സിംഗ് പഠനത്തിനിടയിലും ഞങ്ങൾക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ദൈവം അവിടെയെല്ലാം ഞങ്ങൾക്ക് സഹായം ദൈവം ഒരുക്കി. അങ്കിളുമാരൊക്കെ എന്നെ സഹായിച്ചു. അതുപോലെ പേരൻസ് ആയാലും കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. നേഴ്സിംഗ് സമയത്തൊക്കെയും ഫീസ് കൊടുക്കുവാൻ ചിലപ്പം വീട്ടിൽ നിന്ന് കറക്റ്റ് സമയത്തിന് നമുക്ക് പൈസയൊന്നും എത്തത്തില്ല. അപ്പം ചില കുട്ടികളുടെയൊക്കെ 5-6 മാസത്തെ ഫീസ്, മെസ് ഫീസൊക്കെ ഒരുമിച്ച് പേരൻസ് അയച്ചു കൊടുത്ത് അവർ ഒരുമിച്ച് 6 മാസത്തേക്ക് ഫീസ് അടയ്ക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എൻ്റെ ഫീസ് അടയ്ക്കും. പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ പൈസ വരുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം നഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷം ബോണ്ട് ഉണ്ടായിരുന്നു. ബോണ്ട് കഴിഞ്ഞ് അധിക ദിവസം കഴിയുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ നിന്നൊരു കോള് വന്നു, നിനക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നാട്ടിൽ വരിക. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സമയം വരെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ ഒരേ ഒരു എയിമേ ഉള്ളൂ, എങ്ങനെയും എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോയി നഴ്സിംഗ് പോയി വീട്ടുകാരെ നോക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നാലും ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കുന്നത്, ഇവിടെ നാട്ടിൽ വരാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു. അടുത്ത ദിവസം തന്നെ അവർ വന്ന് കണ്ട്. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി. എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ മതി, ഇപ്പം കല്യാണം വേണ്ട. അപ്പോൾ 22 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ.
പക്ഷേ പേരൻസിൻ്റെയൊക്കെ ഇഷ്ടപ്രകാരവും പിന്നെ അങ്ങനെ കല്യാണം നടക്കുവാനിടയായി. എൻ്റെ ഹസ്ബൻഡ് വീട് ആലപ്പുഴ തന്നെ ചേന്നങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 5 മക്കളാണ് ഉള്ളത്. അതിൽ മൂത്ത ഒരു സഹോദരി, ബാക്കി 4 മക്കളിൽ മൂന്നാമത്തെ ആളായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആ ഭവനത്തിൽ ആയിരുന്നത്. കല്യാണത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടന്നു. ഹസ്ബൻഡ് കുവൈറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പേര് ജോയിച്ചൻ വർഗീസ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുവൈറ്റിലേക്ക് കടന്നു വന്നു. ഞാൻ ഒരു 6 മാസക്കാലം വീണ്ടും ഇൻഡോർ മധ്യപ്രദേശിൽ അവിടെ ജോലിയിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്പരം ലെറ്റർ എഴുതുകയും ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങളായിരുന്നു. ഞാൻ അതായത് ആ ഞാൻ അവിടെ ഇൻഡോറിലായിരുന്ന സമയത്ത് അദ്ദേഹം എന്നും ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എന്നും ഡയറിയിൽ എന്തെങ്കിലും എഴുതി വെക്കും. അപ്പം ആ ദിവസങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, അവള് കുഞ്ഞിലെ ഒത്തിരി കഷ്ടപ്പാടൊക്കെ സഹിച്ചതും ഒത്തിരി വിഷമിച്ചിട്ടൊക്കെ ഉള്ളത്, അതുകൊണ്ട് ഇനി ഒരിക്കലും അവളെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കത്തില്ല, ഒരിക്കലും കരയാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറിയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം ഒരു 6 മാസങ്ങൾക്ക് ശേഷം ഈ കുവൈറ്റിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കി. ആമേൻ. ഈ ദേശത്ത് ഹസ്ബൻഡിന്റെ ഒരു സഹോദരിയുണ്ട്. മൂത്ത സഹോദരി ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഹസ്ബൻഡിന്റെ ബ്രദറും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ പെങ്ങള് നാത്തൂൻ ചേച്ചി എന്നെ ഒരു പ്രയറിന് പോകാമെന്നും പറഞ്ഞൊരു പ്രയറിന് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു കാത്തലിക്സ് പ്രയറൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ചേച്ചിയുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടമായിരുന്നു, ഒരു ലേഡീസ് മീറ്റിംഗ് ആയിരുന്നു. അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. പക്ഷെ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടം വരുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു അസ്വസ്ഥത പോലെ തോന്നി. എന്തിനാ എല്ലാവരും ഇങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ലയോ? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അറിയാതെ പോലും കൈയടിക്കരുതെന്നുള്ള രീതിയിൽ കയ്യും കെട്ട് ഞാൻ ആ പ്രയറിന് മുഴുവൻ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഭവനത്തിൽ വന്നു. എന്നാൽ പിന്നെയും ചേച്ചി എന്നെ ഇടയ്ക്ക് ഓരോ പ്രയറിന് വിളിച്ചുകൊണ്ട് പോകും. ഇഷ്ടമില്ലെങ്കിൽ നാത്തൂനല്ലേ വിളിക്കുന്നതെന്ന് വെച്ച് ഞാൻ ചേച്ചിയുടെ കൂടെ പ്രയറിന് പോയി. അങ്ങനെ പ്രയറിൽ പതുക്കെ പതുക്കെ വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. അവിടെ പറയുന്ന വചനങ്ങൾ എന്നെ ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ തുടങ്ങി. അത് ശരിയാണല്ലോ, വചനം സത്യമാണല്ലോ എന്ന് ഗ്രഹിക്കാൻ ഇടയായി. അതിനു മുന്നേ ഞാൻ ഇങ്ങനെ വിഗ്രഹങ്ങളെയൊക്കെ, അതായത് യേശുവിൻ്റെ ഫോട്ടോ, ഒത്തിരി വിശുദ്ധന്മാരുടെ ഫോട്ടോ, ഇങ്ങനെ എല്ലാം എൻ്റെ കബോർഡിലൊക്കെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കബോർഡിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും പോകണം എല്ലാത്തിലും തൊട്ടുമുത്തിയാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷനുള്ള അങ്ങനെ ഞാൻ പോകത്തുള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ തെറ്റാണെന്ന് എനിക്ക് വചനം കേട്ടു തുടങ്ങി, പ്രയറിന് പോകാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. അത് സ്തോത്രം ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ഒന്നിനെയും നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൃത്തത്തോടെ ഹല്ലേലൂയ സ്തോത്രം തപ്പിനോട് കിന്നരത്തോടു കൂടെ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ യഹോവയെ സ്തുതിക്കുവിൻ, ഇതൊക്കെയും വചനത്തിലുണ്ടെന്ന് മനസ്സിലായി സത്യം ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ മറ്റാരെക്കാളിലും കൂടുതൽ കൈയടിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ആ തിരുസന്നിധിയെ സമർപ്പിക്കുവാനും ഇടയായി. അതിനുശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. പിന്നീട് സ്നാനപ്പെടുവാനും ദൈവം സഹായിച്ചു. അതിനുശേഷം ഞാൻ ഒരു ജോലിക്കായിട്ട് ഈ ദേശത്ത് കടന്നു വന്ന ഒരു ജോലി ആവശ്യമാണല്ലോ, അതിന് ജോലിക്കായിട്ട് ശ്രമിച്ചു. ആദ്യം ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് കടന്നുപോയി. ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, അറിയാവുന്ന ആൻസറുകൾ എല്ലാം ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, പഴയ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിങ്ങനെ എവിടുന്നേലും ഒക്കെ എഴുതി ഒരു മൂലം കിട്ടും. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാം അറിയാവുന്ന ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പുറത്ത് വന്ന് ഇപ്പം കിട്ടുമെന്നുള്ള രീതിയിൽ നിന്ന്. പക്ഷേ ഞാൻ ഫെയിലായി റിസൾട്ട് വന്നപ്പോൾ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇതെന്താ സംഭവിച്ചത്, എന്താ ദൈവമേ, എല്ലാം അറിയാവുന്ന എല്ലാം ശരി ആൻസർ ആണല്ലോ, പിന്നെ എന്താ എനിക്ക് കിട്ടാഞ്ഞ്, ഇങ്ങനെ ഞാൻ ആലോചിച്ചു. എന്നാൽ അതിനുശേഷം പിന്നെയും 1 വർഷത്തോളം ഞാൻ ജോലിയില്ലാതെ ഈ ദേശത്ത് പലയിടത്ത് അന്വേഷിച്ചിട്ട് എനിക്ക് ജോലി ലഭിച്ചില്ല.
അങ്ങനെ ഭാരത്തോടെ ഇരുന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിനി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും ഒരു ചെറിയ ക്ലിനിക്കിലായാലും എനിക്ക് ജോലിക്ക് പോകണം. അങ്ങനെ പറഞ്ഞ് ഒരു ക്ലിനിക്കിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി. കുറച്ചധികം ദൂരമുള്ള ടാക്സി പിടിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ അവിടെ തിരക്കായിരുന്നുകൊണ്ട് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊരു ചെറിയൊരു ക്ലിനിക്ക്, അധികം സാലറി ഒന്നുമില്ല, 2 ഷിഫ്റ്റ് പോകണം, തീരെ സാലറി കുറവ്, അങ്ങനെ ഒരു എൻ്റെ നിർബന്ധത്തിന് കൊണ്ടുപോയതാണ്. കുറേ സമയമായിട്ട് ഡോക്ടർ ഇൻ്റർവ്യൂവിന് വിളിക്കാഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ അടുത്ത് എണീറ്റ് പോയി ലിഫ്റ്റ് ഓൺ ആക്കി, നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോകുന്നു, കൂടെ ഞാനും പോകുന്നു. അപ്പം ഞാനും ദൈവത്തോട്, ദൈവമേ ഇതെന്താ ഇത്രയും ദൂരം വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാതെ പോലും തിരിച്ചു പോയല്ലോ. ഹസ്ബൻഡിനോടും എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അങ്ങനെ ദൈവത്തോടും ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സിൽ നിന്ന് ഒരു കോള് വന്നു. അതിലും മുന്നേ ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിന്ന് വിളിയൊന്നും വരാഞ്ഞ കാരണം എനിക്കൊരു ഹോപ്പില്ലായിരുന്നു അവിടെ ലഭിക്കുമെന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് വിളിച്ച്, നിങ്ങൾ വന്ന് ഫോർമാലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ. ദൈവത്തിൻ്റെ ഓരോ പദ്ധതി ചെറുതിനെ അന്വേഷിച്ച് നമ്മൾ പലപ്പോഴും പോകും അല്ലേ. മുന്നേ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടും, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഓർത്ത് ദൈവത്തോട് നമ്മൾ ചോദ്യം ചെയ്യും. നമുക്ക് വേണ്ടി ദൈവം വലിയത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല. ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വിഷമിക്കും. എന്നാൽ അങ്ങനെ എനിക്ക് മനസ്സിലായത് ദൈവം നന്മയ്ക്കായിട്ടായിരുന്നു അത് താമസിപ്പിച്ചതെന്നും തടസ്സങ്ങൾ വന്നതെന്നും. അതെ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുവല്ലോ, സ്തോത്രം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരമല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്ന. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന്. അതെ, അത് സത്യം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതെ, ആ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ നമ്മൾ താണിരിക്കുമ്പോൾ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് ഒരിക്കൽ കൂടി ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞാൻ അത് കാരണം എനിക്ക് ഈവൻ ഹെൽത്ത് മിനിസ്ട്രി കിട്ടിയാലും ഈ ക്ലിനിക്ക് കിട്ടിയാലും എനിക്ക് പിന്നീടുള്ള എൻ്റെ ജീവിത അനുഭവത്തിൽ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി മാറിയേനെ. സ്തോത്രം. നമുക്ക് ഇന്നത്തെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ ഇന്നലത്തെ കാര്യം, നമ്മുടെ നാളെ നമുക്കറിയത്തില്ല. എന്നാൽ ഇതെല്ലാം അറിയുന്ന നമുക്ക് ഏതാണ് നല്ലത്, പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഏതാണ് നല്ലത് എന്ന് സകലതും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹെൽത്ത് മിനിസ്ട്രിയിലാണെങ്കിലും പിന്നീട് ജോലിയുടെ ഭാരവും ഒക്കെ ആയിരുന്നതിനെ, ക്ലിനിക്കിൽ കയറിയാലും അത് സാലറി ബുദ്ധിമുട്ട്, നമുക്ക് അതെല്ലാം അവിടുന്ന് പിന്നെ നമുക്കൊരു നല്ല ജോലി ലഭിച്ചാലും അവിടെ നിന്ന് നമുക്ക് മാറുവാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അവർ റിലീസ് തരികയൊന്നുമില്ല. എന്നാൽ എല്ലാം ദൈവം സകലതും നന്മയ്ക്കായി ഒരുക്കുന്ന ദൈവം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ 1 വർഷക്കാലം വീണ്ടും ഫോർമാലിറ്റീസ് എടുക്കാൻ സമയമെടുത്തു ഇവിടെ. അതിനുശേഷം ഈ ദേശത്ത് വന്ന് 2 വർഷമായപ്പോഴാണ് ഞാനിവിടെ ജോലിക്ക് കയറുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സ് 2023 ജൂലൈയിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞേ ഞങ്ങൾക്ക് പിന്നെ ലീവ് കിട്ടത്തുള്ളൂ. ഞങ്ങൾ നാട്ടിൽ പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. 1 വർഷം കഴിഞ്ഞ് നമുക്ക് ലീവിന് പോകാം. ഡിസംബർ 2003 ജൂലൈയിലാണ് ജോയിൻ ചെയ്തത്. 2004 ഡിസംബറിൽ നാട്ടിൽ പോകാമെന്നൊക്കെ ആഗ്രഹിച്ചിങ്ങനെ ഇരുന്നു. 1 വർഷം കഴിഞ്ഞേ നമുക്ക് ലീവൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവരാ. ഒത്തിരി ആഗ്രഹങ്ങൾ, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞ ആശയോടെ ഞങ്ങളിരുന്നു. എന്നാൽ 2004 മെയ് മാസം സ്തോത്രം, ഇതേപോലെ ഒരു ദിവസം മെയ് 22 ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാനും മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു, ഡ്യൂട്ടിക്ക് പോയി. തിരിച്ച് ഞാൻ വന്നു. എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് മടങ്ങി വരാറുണ്ട്. ഞാൻ കറക്റ്റ് ടൈമാണ്. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്ത് ഹസ്ബൻഡ് 6 മണിയായപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഇതുപോലെ ഫോൺ ചെയ്തു. ജോയിച്ചൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിനെ അന്വേഷിച്ച് വിളിക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ജോയിച്ചൻ എത്തിയിട്ടില്ല, ഇപ്പോൾ വരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അല്ല, ജോയിച്ചന് ചെറുതായിട്ടൊന്ന് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയുവാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞു, ഇല്ല, കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചതേ ഉള്ളൂ
കുഴപ്പമൊന്നുമില്ല, ഇത് അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിലായതുകൊണ്ട് അവർ വിടുന്നില്ല, 24 മണിക്കൂർ ഒബ്സർവേഷൻ വെക്കണമെന്ന് പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഹസ്ബൻഡ് ഇവിടെ ഒരു ബദർമുള എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇലക്ട്രിക് കോൺട്രാക്ട് വർക്കായിരുന്നു ചെയ്തിരുന്നത്. ആ സമയങ്ങളിൽ അവർക്ക് ഇവിടെ അമേരിക്കൻ മിലിറ്ററി ക്യാമ്പുണ്ട് ബോർഡറിൽ, അവിടെയായിരുന്നു അവരുടെ കോൺട്രാക്ട് വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ ഇതാണ്, പക്ഷേ എങ്കിലും ഇവിടെ വെച്ച് സംഭവിച്ചുകൊണ്ട് അവിടെ 24 hours ഒബ്സർവേഷന് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിചാരിച്ച് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്നുള്ള ആൾക്കാർ വരാൻ തുടങ്ങി, ഞങ്ങളുടെ കസിൻസൊക്കെയും വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ഭയമായി, എന്തായിരിക്കും സംഭവിച്ചത്, ഞാൻ കരയാൻ. എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി ശരിയാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു ആൻറ്റിയും അങ്കിളും വേറെ മറ്റ് സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഇതൊരു അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിരുന്ന സോൾജേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് അന്നേരം. അപ്പോൾ അവർക്കവിടെ അഡ്മിറ്റ് ആക്കത്തില്ല, അവർ നമ്മുടെ ഏരിയയായ ഫർവാനിയയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കാരണം അവിടെ അത് സോൾജേഴ്സിൻ്റെ മാത്രം ഹോസ്പിറ്റലാണ്, നമ്മളെ സാധാരണക്കാരെ അവിടെ അഡ്മിറ്റ് ആക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ ആണെങ്കിലും 24 മണിക്കൂർ ഒബ്സർവേഷൻ വെക്കണമെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ച് അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്നു. രാത്രി ഇത് സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 1:30-ക്കാണ്, പക്ഷെ കൊണ്ടുവരുന്നത് ഫർവാനിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് രാത്രി 11 മണിയായപ്പോഴത്തേക്കാണ്. അവിടെ ഞാൻ കാഷ്വാലിറ്റിയുടെ വാതൊക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു ആംബുലൻസ് വന്ന് നിർത്തി, ഒരു ട്രോളി ഉന്തിക്കൊണ്ട് ആൾക്കാർ പോകുന്നത് നോക്കുമ്പോൾ എല്ലാവരും എനിക്കറിയാവുന്നവർ, ഞങ്ങളുടെ സഭയിലുള്ളവർ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ അറിയാവുന്നവർ. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ആളിനെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ, ആൾ ഇച്ചിരി വണ്ണം കുറഞ്ഞ വ്യക്തിയായിരുന്നു, എന്നാൽ ഫുള്ള് സെല്ലിങ് ആയി ആ ട്രോളി മുഴുവൻ നിറഞ്ഞ ഒരു അവസ്ഥയിൽ ആൾക്കാർ ഓടിക്കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഞാൻ ആ ട്രോളി ആംബു ബാഗൊക്കെ കൊടുത്ത് ഓടിക്കൊണ്ടുപോവുക. ഞാൻ ആ ട്രോളിയുടെ പുറകെ ഞാൻ ഓടി. ഞാൻ പെട്ടെന്ന് ഐസിയുവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഞാൻ ഐസിയുവിൻ്റെ വാതൊക്കെ വീണു. കർത്താവെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വീണു. ആമേൻ സ്തോത്രം. അതിനുശേഷം ഡോക്ടർ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ആരാ കൂടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ചേട്ടൻ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു, പുറകെ ഞാനും കടന്നു ചെന്നു. ആമേൻ സ്തോത്രം. ഡോക്ടർ പറയുന്നത് നോ ഹോപ്പ്, നത്തിങ്, ജസ്റ്റ് വെയിറ്റ്, ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കട്ടെ എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് ഞാൻ അവിടെ അലറി കൂവി ഞാൻ തറയിലോട്ട് വീണത്. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവരെന്നെ അകത്തേക്ക് കയറ്റി കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ അദ്ദേഹത്തെ വീണ്ടും റീഇൻറ്റുബേറ്റ് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. വെന്റിലേറ്ററിൽ ഫുൾ സപ്പോർട്ടോടുകൂടി എല്ലാ ഇൻഫ്യൂഷൻസൊക്കെയും സപ്പോർട്ടുകളൊക്കെയും കൊടുത്ത് മോണിറ്ററെ നോക്കിയാൽ നമുക്കൊരു ഹോപ്പും ഇല്ല. ആ രീതിയിൽ ആൾ കിടക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. കാരണം എൻ്റെ 22-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഒരു 3.5 വർഷത്തെ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ. ഞാൻ ഇതിൽ മുന്നേ പുറം ലോകം എനിക്ക് നന്നായി അറിയില്ല, ഒരാളുടെ മുന്നേ നേരെ ചൊവ്വേ നിൽക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. അങ്ങനെയുള്ള ഒരിത്, ഇങ്ങനെ ഇത് ഞാൻ ഫേസ് കഴിഞ്ഞ് എന്താപ്പാ ഞാൻ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഇനി ആകെ സ്തംഭിച്ച് ആ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നിലവിളിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ICU ആയതുകൊണ്ട് എന്നെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഹസ്ബൻഡിന് സംഭവിച്ച ഇതായിരുന്നു. അവിടെ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഒരു ഇലക്ട്രിക് പാനൽ ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ തലേദിവസം വരെ അവിടെ ഇലക്ട്രിക് സപ്ലൈ ഇല്ലായിരുന്നു. എന്നാൽ അന്ന് ഇല്ല, ആ ഇലക്ട്രിക് സപ്ലൈ ഇല്ലെന്നോർത്ത് അദ്ദേഹം അവത്തെ പിടിക്കുകയെന്ന്, എന്തോ വർക്കിനിടയിൽ അവത്തെ അറിയാതെ പിടിച്ചു. അവത്തേൽ അങ്ങ് പിടിച്ചിരുന്നു പോയി. നല്ല ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് ബോക്സിൽ അതിലിങ്ങനെ പിടിച്ചിരുന്നു പോയി. അത് അടുത്തുള്ളവർ പെട്ടെന്ന് അറിഞ്ഞില്ല. അദ്ദേഹത്തെ ആരോ മുട്ടിയപ്പോൾ ആ ആൾ തെറിച്ചപ്പോഴാണ് മനസ്സിലായ ആൾ ഷോക്ക് അടിച്ചിരിക്കുക. പെട്ടെന്ന് ഇവർ ആളെ മാറ്റാനുള്ള അവിടെ ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നില്ല, തടിയോ അങ്ങനെ ഒന്നും അവർക്ക് പറ്റിയില്ല. ഇതൊരു ഡിസേർട്ട് ഏരിയ ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് ഇവർ ഓടി അവിടെ ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുക. അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം
ചാവി എടുക്കാനൊക്കെ അവർ താമസിച്ച് അത് തുറന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയപ്പോഴത്തേക്കും മോർ ദാൻ 10 മിനിറ്റ്സ്, 10 മിനിറ്റ് കൂടുതൽ അദ്ദേഹം അവിടെ പിടിച്ചിരുന്ന് അകത്തിൽ നിന്ന് വിടുവിക്കുമ്പം യാതൊരു അനക്കവും ഇല്ലാതെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് ആകെ ഒരു മരിച്ച ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് അമേരിക്കൻ മിലിറ്ററി ക്യാമ്പ് ആയതുകൊണ്ട് അവർ തന്നെ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു അവിടെ ഇൻറ്റുബേറ്റ് ചെയ്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് അവരുടെ ഹെലികോപ്റ്ററിൽ ഇവിടുത്തെ കുവൈറ്റിൻ്റെ ഡിഫൻസ് ഹോസ്പിറ്റൽ, മിലിറ്ററിക്കാരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ വെന്റിലേറ്ററിലിട്ടു. അങ്ങനെയാണ് വിത്ത് വെന്റിലേറ്റർ സപ്പോർട്ട് അവർ ആംബുലൻസിൽ ഫർവാനിയെ കൊണ്ടുവന്ന് ഫർവാനിയ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഐസിയു ആയതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ ഹല്ലേലൂയ വൈകുന്നേരം മാത്രമേ വിസിറ്റിംഗ് ടൈം ഉള്ളൂ, അപ്പോഴേ കാണിക്കത്തുള്ളൂ. തിരിച്ച് ഞങ്ങളുടെ സഭയിലുള്ള ആ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയത്ത് ഹസ്ബൻഡ് സിസ്റ്റർ ഫാമിലി നാട്ടിൽ പോയിരുന്ന സമയം, അവർ നാട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ആ ഭവനത്തിൽ ഞാൻ ആയിരുന്നു. അവർ എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉറക്കമില്ലാതെ ഞാൻ കരഞ്ഞു നിലവിളിച്ചും ഒക്കെ ആയിരുന്നു. ആമേൻ. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വന്നു. കാരണം ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞു, ഇതേപോലെ വീട്ടിൽ തന്നെ നിൽക്കണം, എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ പോയാൽ നമ്മൾ തന്നെ ഭവനത്തിലിരിക്കണമല്ലോ, അങ്ങനെ ഇരിക്കണ്ട, ഉച്ച കഴിഞ്ഞ് മാത്രമല്ലേ നിനക്ക് ഹല്ലേലൂയ ICU പോയി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും നിനക്ക് മോർണിംഗ് ഡ്യൂട്ടി തരാം, രാവിലെ ഹോസ്പിറ്റലിൽ വന്ന് തന്നെ ഭവനത്തിൽ ഇരിക്കേണ്ട, വന്നിട്ട് ഉച്ച കഴിഞ്ഞ് നിനക്ക് ഡ്യൂട്ടി ഹസ്ബൻഡിനെ കാണാൻ പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഈ ഭവനത്തിൽ ആരുമില്ലായിരുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയി. ഈ ഭവനത്തിലെ ആൻറ്റി അങ്കിളും ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞങ്ങൾ താമസിച്ച ഭവനത്തിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞങ്ങൾ താമസിച്ച വീട് കണ്ട് സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അതൊരു ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്ന് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് തറയിലിരുന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. ചേട്ടന് ഒരു കൂട്ടുകാരനോട് ഭവനത്തിലേക്ക് കടന്നു വരുന്നു. അവർ പുറത്തുനിന്ന് വരുമ്പോഴേ എൻ്റെ അലമുറയിട്ട കരച്ചിൽ കേൾക്കാം. അവർ വന്ന് ഹല്ലേലൂയ എന്നെ വിളിച്ചു, ഇനി മേലെ നീ ഭവനത്തിൽ വന്നു പോയില്ലേ എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പിന്നെ വേറൊരു ഭവനത്തിൽ കൊണ്ടുപോയി. അന്ന് ആ സഹോദരി അവിടെ ഡ്യൂട്ടി ഇല്ലാതെ ഉണ്ടായിരുന്നു. അവിടെ ആക്കിയിട്ട് എന്നോട് പറഞ്ഞു, അവൻ ജോയിച്ചൻ്റെ കണ്ടീഷൻ ഇതാണ്, ആ സമയത്ത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയം എന്ത് വന്നാലും സഹിക്കാൻ നീ തയ്യാറായിക്കോണം, ഇത് നിന്റെ വിധിയെന്ന് നീ ഓർത്താൽ മതി. ഇങ്ങനെ ഹസ്ബൻഡ് ചേട്ടൻ പറഞ്ഞു. അത് ഭയങ്കര ഭാരം തോന്നി. അങ്ങനെ ഹല്ലേലൂയ പിന്നെ വീണ്ടും അത് കഴിഞ്ഞ് ഈ ഭവനത്തിൽ തന്നെ നേരത്തെ ഞാനായിരുന്ന ഭവനത്തിൽ തന്നെ ഒരാഴ്ചയോളം താമസിക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ പെങ്ങളുടെ ഭവനത്തിലേക്ക്, ഹസ്ബൻഡ് പെങ്ങളുടെ ഭവനത്തിലേക്ക് പിന്നെ അവിടെയാണ് കുറച്ച് നാൾ നിന്നത്. ഈ സമയങ്ങളിലൊക്കെയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. കുവൈറ്റിലുള്ള അനേക ദൈവമക്കൾ, അതുപോലെ നാട്ടിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും, അറിയുന്നവരെല്ലാവരും ഒത്തിരി ഇവിടെയും നാട്ടിലും ഒക്കെ ആയിട്ട് അനേകർ പ്രാർത്ഥനയോടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സഭയുടെ പ്രാർത്ഥന ഒത്തിരി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കുടുംബത്തിലെ വ്യക്തിക്ക് എന്തെങ്കിലും വന്നാൽ എങ്ങനെ ഭാരത്തോടെ കൂടെ നിൽക്കുമോ, പ്രാർത്ഥിക്കുമോ, അതുപോലെ ഞങ്ങളുടെ സഭയിലുള്ള ഓരോരുത്തരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഞങ്ങളോടൊപ്പമായിരുന്നു. ഹസ്ബൻഡ് പെങ്ങള് പീസ് ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്ററാണ്, പാസ്റ്റർ മാത്യു തോമസ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവരും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഒരു മകളെ പോലെ അവരും എന്നെ സ്നേഹിക്കുന്നു ഇന്നും. അത് ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കടന്നു പോകുമെങ്കിലും എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു ഇതിലവിടെ ഞാൻ കടന്നുപോയി. ടീ റൂമിലൊക്കെ ഞാൻ അവിടെ മുട്ടുകുത്തും. ഹല്ലേലൂയ, ഇത് ഞാൻ ഹോസ്പിറ്റലാണെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ടീ റൂമിൽ മുട്ടുകുത്തി ഞാൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് അവരുമൊക്കെ കൂടെ വന്ന് ഇത് കണ്ടിട്ട് എൻ്റെ അവസ്ഥയും എൻ്റെ കരച്ചിലും നിലവിളിയും പ്രാർത്ഥനയൊക്കെ കണ്ട് അവരും കൂടെ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്നിട്ട് ഞാൻ ചുറ്റുപാട് നോക്കാറില്ല, ഇത് ICU ആണെന്ന് നോക്കാറില്ല.
അല്ലെ എന്നെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ നോക്കാറില്ല. അവിടെ ചെല്ലുക, ഞാൻ ആ ICUവിൽ തറയിൽ മുട്ടുകുത്തും, കൈ ഉയർത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പം വിടുവിക്കണമേ, ഹാലേലൂയ, എൻ്റെ പ്രിയപ്പെട്ടവനെ സൗഖ്യമാക്കണമേ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെന്ന് ഞാൻ മോണിറ്ററിലൊന്നും ഞാൻ നോക്കാറില്ല. കാരണം മോണിറ്റർ ഒന്നും നമുക്കൊരു ഹോപ്പ് തരുന്നതല്ല. ഹാലേലൂയ, അവത്തെ നോക്കിയാൽ നമുക്കൊരു പ്രതീക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ടല്ല. എന്നാൽ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയും, ദൈവമേ, ഞാൻ ഈ മോണിറ്ററെ നോക്കുന്നില്ല, ഈ ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ റിപ്പോർട്ടുകൾ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനേക്കാളൊക്കെ വലിയവനായ ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവമഹത്വം എനിക്ക് കണ്ടാൽ മതി. ഞാൻ അവിടെ ചെന്നാൽ ഇതൊന്നും നോക്കാറേ ഇല്ല. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, തിരിച്ചു പോരുക. അവിടെ സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി എന്നെ ഹാലേലൂയ സ്തോത്രം സ്നേഹത്തോടെ ഞാൻ ചെല്ലുമ്പോൾ മോള് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയുമായിരുന്നു. കാരണം ആ ഒരു എന്നോട് എല്ലാവർക്കും ഒരു സിമ്പതിയായിരുന്നു. ആ സമയത്ത് എനിക്ക് അതിനുള്ള അവസരം തരുമായിരുന്നു. ആമേൻ, സ്തോത്രം, ഹാലേലൂയ സ്തോത്രം. ഇങ്ങനെ നാട്ടിലുള്ളവർക്കൊന്നും ഈ സിറ്റുവേഷൻ അറിയത്തില്ല, എന്താ ഇത്ര സീരിയസ് ആണെന്ന് ആരും വിചാരിക്കുന്നില്ല. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത്, അവൻ ചായ കുടിക്കുന്നുണ്ടോ, ഹാലേലൂയ കഴിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറയും, ഹാലേലൂയ സ്തോത്രം, എല്ലാം ചെയ്യും, പ്രാർത്ഥിച്ചാൽ മതി അമ്മ. ഇതുപോലെ ഞാൻ ഒരു ദിവസം ICU ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് ചെയ്യുമെന്ന്, ഹാലേലൂയ, പ്രവർത്തിക്കാൻ സൗഖ്യമാക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അവരോടൊക്കെ ഓക്കെ ആകും, ശരിയാകും എന്നൊക്കെയുള്ള ഇത് പറഞ്ഞ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. എനിക്ക് അപ്പം 2 ആഴ്ച കഴിഞ്ഞ് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അദ്ദേഹം ഒന്ന് കണ്ണ് തുറക്കുക പോലും ചെയ്തിട്ടില്ല. ഞാനപ്പം അദ്ദേഹത്തെ കൈവച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം അറ്റ്ലീസ്റ്റ് ഈ കണ്ണേലും എനിക്കൊന്ന് തുറന്ന് കാണണം. ഈ 2 ആഴ്ചയോളം ആകുന്ന ഒരു ഇതുമില്ലല്ലോ, കണ്ണേലും എനിക്കൊന്ന് തുറന്ന് കാണിക്കാമോ ഇങ്ങനെ ചോദിച്ച് ഞാൻ അദ്ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു വന്ന്. ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് അന്നേരം അവിടെ നടക്കുമെന്ന്. എന്നാൽ എൻ്റെ ദൈവം, ഹാലേലൂയ, എൻ്റെ അവസ്ഥ കണ്ടു, എൻ്റെ പ്രാർത്ഥന കേട്ടു. ആമേൻ, സ്തോത്രം. അപ്പം തന്നെ കണ്ണ് തുറന്നു. ഹാലേലൂയ സ്തോത്രം. കണ്ണിങ്ങനെ തുറന്നെന്ന് പറഞ്ഞാലും കണ്ണിങ്ങനെ മിഴിച്ചിരിക്കുക, ഒരു മൂവ്മെൻറ്റും ഇല്ല. കൃഷ്ണമണിയൊക്കെ ഇങ്ങനെ തുറച്ചിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ തുറന്നെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ എൻ്റെ കൂവൽ കേട്ടിട്ട് സിസ്റ്റേഴ്സ് ഓടി വന്നു. പിന്നെ അവരത് ഇങ്ങനെ പ്ലാസ്റ്റർ വെച്ചൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കും, വിടുവിക്കുക തന്നെ ചെയ്യും. പിന്നീട് ഞാൻ അധികമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലേലൂയ, ഓരോ ദിവസം ചെന്ന് മുട്ടുകുത്തും, പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഹാലേലൂയ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം ഇങ്ങനെ ബൈബിളുമായിട്ടാണ് പോകുന്നത്, ബൈബിളും വായിക്കും. ഹാലേലൂയ 37-ാം അധ്യായം ഇങ്ങനെ വായിച്ചു. ആമേ, അതെ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ഹാലേലൂയ ചോദിച്ചു. അതിന് യഹോവയായ കർത്താവെ, നീ അറിയുന്നു എന്ന് പ്രവാചകൻ ഉത്തരം പറഞ്ഞപ്പോൾ പ്രവാചകനോട് ഹാലേലൂയ ദൈവം പറയുന്നുണ്ട്, നീ അസ്ഥികളോട് കൽപ്പിക്കാൻ. ഹാലേലൂയ സ്തോത്രം. അത് പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നതും, ഹാലേലൂയ സ്തോത്രം, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്ന് അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും. പിന്നീട് പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ഹാലേലൂയ സ്തോത്രം, അതെ, കാറ്റിനോട് കൽപ്പിച്ചപ്പോൾ അതിൽ ശ്വാസം വന്നതും. ഹാലേലൂയ സ്തോത്രം, അത് ഞാൻ വായിച്ചു. ആമേൻ, സ്തോത്രം. അതിനുശേഷം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ആമേൻ, സ്തോത്രം. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹാലേലൂയ സ്തോത്രം. ഈ വചനം ഞാൻ വായിച്ചു. ഹാലേലൂയ സ്തോത്രം. എനിക്ക് ഭയങ്കര ബലമായി. ഞാൻ പറഞ്ഞു, അപ്പാ, ഹാലേലൂയ, ഇത് ദൈവത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലേലൂയ, ആ അസ്ഥികളിൽ ഇതൊക്കെ നടന്നെങ്കിൽ ഈ ശരീരത്തെ എനിക്കത് കാണണം. അപ്പം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, ഇത് ഹാലേലൂയ ദൈവ പ്രവൃത്തി, ഈ ശരീരത്തെ എനിക്കത് കാണണമെന്ന് ഹാലേലൂയ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാലേലൂയ ആ സമയത്ത് തന്നെ ഹാലേലൂയ അദ്ദേഹത്തിൻ്റെ ഹെഡ് ടു ടോ ഒരു പോലെ ഒരു മൂവ്മെൻറ്റ് വന്നു. ഹാലേലൂയ ഉയർന്നു താന്നു, ഫുൾ ബോഡി ഒന്ന് ഉയർന്നു താണു. ഞാൻ അന്നേരപ്പോഴും അലറിക്കൂവി. സിസ്റ്റേഴ്സൊക്കെ ഓടി വന്നു.
ഹാലേലു. അതെ, അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. ഹാലേലുയ, സ്തോത്രം. നമ്മുടെ കണ്ണുനീരിനെ കണ്ട് ഹാലേലുയ കണ്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ഹാലേലുയ, സ്തോത്രം. ആ തിരുസനെ നിലവിളിച്ച ഹാലേലുയ, ആ തിരുസനെ നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി. ഹാലേലുയ, എൻ്റെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ച് ഹാലേലുയ, സ്തോത്രം. കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെയാണല്ലോ. ഹാലേലുയ, ട്രക്യോസ്റ്റമി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ട്രക്യോസ്റ്റമി നമുക്കറിയാം, ഈ തൊണ്ടയിൽ ഹാലേലുയ ഒരു കൂടെ ഒരു ട്രക്കിയയിലേക്ക് ഒരു ട്യൂബ് ഇട്ട് അങ്ങനെ ഹാലേലുയ അത് ഇട്ടാൽ പിന്നെ സംസാരിക്കാനൊക്കെ ശബ്ദമൊന്നും പുറത്ത് വരത്തില്ല. അവരൊത്തിരി വേദനയിലൂടെയൊക്കെ കടന്നു പോകണം. ഒരു നേഴ്സായി എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നന്നായിട്ടറിയാം. ഹാലേലുയ, അങ്ങനെയുള്ള പേഷ്യൻസ് ഒത്തിരി വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഓർത്തപ്പോൾ എനിക്ക് വീണ്ടും ഭാരമായി. കർത്താവെ, ഒരു ട്രക്യോസ്റ്റോമി ഒക്കെ ചെയ്താൽ ഇനി എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഭാരപ്പെട്ടു. എന്നാലും ഹാലേലുയ മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ അതിനുവേണ്ടി കൺസെന്റിന് സൈനൊക്കെ കൊടുത്തു. ഹാലേലുയ, സ്തോത്രം. അങ്ങനെ ട്രക്യോസ്റ്റോമി ചെയ്തു. ഈ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാലേലുയ, സ്തോത്രം, ഹസ്ബൻഡ് പെങ്ങളും ഫാമിലിയൊക്കെ തിരിച്ച് നാട്ടിൽ നിന്ന് ലീവൊക്കെ ക്യാൻസൽ ചെയ്ത് അവർ തിരിച്ചു വന്നിരുന്നു. ഹാലേലുയ, പിന്നീട് ആ ഭവനത്തിലായിരുന്നു ഞാൻ. ഹാലേലുയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലേലുയ. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡേ ബൈ ഡേ അദ്ദേഹത്തിന് ഓരോ വിടുതലുകൾ കാണാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഹാലേലുയ ഇമ്പ്രൂവ്മെന്റ് കാണുവാൻ തുടങ്ങി. ഹാലേലുയ. 22 ഡേയ്സ് അദ്ദേഹം ICUലായിരുന്നു, വെന്റിലേറ്ററിൽ. അതിനുശേഷം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓക്സിജൻ സപ്പോർട്ടോടുകൂടി NGT ഒക്കെ ഉണ്ട്. വാർഡിൽ വെച്ച് ഒത്തിരി കോംപ്ലിക്കേഷൻസും ഒക്കെ വന്നെന്ന് പറഞ്ഞാലും ദൈവം അതിൽ നിന്നൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വാർഡിലായിരുന്നപ്പോഴത്തേക്ക് ആ സമയം അദ്ദേഹത്തിൻ്റെ എല്ലാ വെയിറ്റ് എല്ലാം കുറഞ്ഞ് എല്ല് മാത്രമായി 2 കൈയും കാലും ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരവസ്ഥയിലേക്കായി മാറി. 2 മാസത്തോളം ഞങ്ങൾ ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അതിന് ശേഷം അവർ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ, ഫിസിയോതെറാപ്പി വല്ലതും ചെയ്താൽ മതി. ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ഭവനത്തിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം 100% ഡിസേബിൾഡ് എന്നാണ് ഹാലേലൂയ ഇവിടുത്തെ റിപ്പോർട്ടിൽ അവർ എഴുതിയിരുന്നത്. ഹാലേലൂയ, സ്തോത്രം. ഹാലേലൂയ. അങ്ങനെ ഞങ്ങൾ ഹാലേലൂയ, സ്തോത്രം, ഇവിടുത്തെ ഭവനത്തിൽ കടന്നു വന്നു. ഒരാഴ്ച 2 ആഴ്ചയോടടുത്ത് ആകാറായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോവുക. ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അമൃത ഹോസ്പിറ്റലിലേക്ക് എയർപോർട്ടിൽ ആംബുലൻസ് വന്നു. ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ നാട്ടിലേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ ഞാൻ ഈ ദേശത്ത് കടന്നു വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. എയർപോർട്ടിൽ ഞങ്ങളുടെ റിലേറ്റീവ്സ്, മാതാപിതാക്കളൊക്കെ വന്നു. അവർക്ക് ഒത്തിരി ഭാരമായി. ആരും ഈ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവൻ ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ ഇങ്ങനെയൊക്കെ ആകുമെന്നൊന്നും എനിക്ക് പോലും ഞാനും അത്ര ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ സമയം വെയിറ്റ് ഒന്നും ഇല്ല ആൾക്ക്. ഞാനിങ്ങനെ കൈകളിൽ കോരിയെടുത്ത് വീൽ ചെയറേ വെക്കും. അങ്ങനെ അത്രയും ഒരവസ്ഥയായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അവിടെ ഒരു ന്യൂറോയുടെ വലിയ ടീം ഡോക്ടേഴ്സ് ഉണ്ട്, അവരും പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ, ഫിസിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ വന്നപ്പം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ആളുടെ അസ്വസ്ഥതകളൊക്കെ കണ്ടിട്ട് തല ഇങ്ങനെ അടിക്കുകയും ഭയങ്കര റെസ്റ്റ്ലെസ് ഉറക്കമില്ല ആൾക്ക്. നമ്മളും ഇതെല്ലാം കണ്ട് നമുക്കും ഭയങ്കര ഭാരമാണ്. ഒരു ആഹാരം കഴിക്കാൻ ഒന്നും നമുക്കും തോന്നത്തില്ല. അതുപോലെ ആൾ സ്ട്രഗിൾ ചെയ്യുക. ഇത് കണ്ടിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ പിന്നെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ വൈക്കത്ത്, അവിടെ കൊണ്ടുപോയി അവിടെ ഫിസിയോ ന്യൂറോയുടെ ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ഈ സമയത്ത് എൻ്റെ ലീവ് കഴിഞ്ഞ്, അധിക ദിവസം ലീവില്ലായിരുന്നു, 19 ദിവസമേ ഉള്ളായിരുന്നു. ലീവ് കഴിയാറായി, തിരിച്ച് വരണമല്ലോ എന്നോർത്ത് ഇനി എന്താ ചെയ്യണ്ട, ഇട്ടിട്ട് പോകണോ, നോക്കാനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കും എന്നൊക്കെ ഭാരത്തിൽ ആയിരുന്നപ്പോഴത്തേക്ക് ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ഇളയ ബ്രദർ അന്നേരം അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമായിരുന്നു. വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുക. അവനും അധികം പ്രായമില്ല. എൻ്റെ ഏറ്റവും ഇളയ ബ്രദർ 22 വയസ്സ് കഴിഞ്ഞ് ആ പ്രായമേ ഉള്ളൂ. അവൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒരിക്കലും ജോലി കളയരുത്, ചേച്ചി തിരിച്ചു പൊക്കോ, ഞാൻ അളിയനെ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞു. ആമേൻ, സ്തോത്രം. ദൈവം അവിടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കഷ്ടതയിൽ, പ്രതികൂലത്തിൽ ഹല്ലേലൂയ ദൈവം ആളും സഹായം ഒരുക്കും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പല മേഖല
മേഖലകളിൽ എനിക്ക് ഹാലേലു അത് അനുഭവപ്പെട്ടു. ഹാലേലു നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവം തന്നെ ഇടപെടും. ചില സ്ഥലങ്ങളിൽ ദൈവം ഹാലേലു നമുക്ക് സഹായം ഒരുക്കുന്ന ദൂതനെ പോലും ദൈവം ഇറക്കി നമ്മെ ഹാലേലുയ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലേലുയ സ്തോത്രം. അങ്ങനെ ഹാലേലുയ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ എൻ്റെ ബ്രദർ കടന്നു വന്നു എന്നെ പൊക്കോന്നും പറഞ്ഞ് അവൻ നോക്കുവാനായിട്ട് നിന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കുവാൻ ദൈവം അവൻ്റെ ഒരു പ്രത്യേക കൃപ പകർന്നു. ഹാലേലുയ സ്തോത്രം. അങ്ങനെ 6 മാസക്കാലം അവർ ആ ഹോസ്പിറ്റലിലായിരുന്നു. ഫിസിയോയും ന്യൂറോയുടെ ഫോളോ അപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പതുക്കെ അദ്ദേഹം വോക്കറയിൽ നടക്കുവാൻ തുടങ്ങി. പിടിച്ച് നമ്മുടെ ഹെൽപ്പ് കൂടെ വേണം, അങ്ങനെ നടക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നമ്മളെയൊക്കെ മുന്നും പരിചയമുള്ളവരെയൊക്കെ അറിയാം, എന്നെ അറിയാം, പേരൻസിനെ അറിയാം, അങ്ങനെ എല്ലാവരെയും അറിയാം. ആ ആക്സിഡൻറ്റിന് ശേഷമുള്ള ആരെയും പരിചയപ്പെട്ടാൽ അതറിയത്തില്ല, കഴിച്ചോ കുടിച്ചോ അങ്ങനെയൊന്നും അറിയത്തില്ല. അധികം സംസാരമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് യെസ് ഓർ നോ, കഴിച്ചോ അങ്ങനെയൊക്കെയുള്ള സംസാരം. റീസെൻറ്റ് മെമ്മറി ലോസ് ആയി പോയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ ഹസ്ബൻഡിനെയും കൂടെ ഈ ദേശത്ത് കുവൈറ്റിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ചെയ്ത് പ്രാർത്ഥനയാലും ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഉപവാസവും പ്രാർത്ഥനയും 40 ദിവസം 21 ദിവസം ഓരോരോ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോഴും ഓരോരോ വിടുതൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടു തുടങ്ങി. അദ്ദേഹം തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം ബൈബിള് വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പതുക്കെ വോക്കറയിൽ സപ്പോർട്ടോടു കൂടി നടക്കുവാൻ തുടങ്ങി. അതെല്ലാം ഞാൻ ഹല്ലേലൂയ ആ ദൈവ പ്രവൃത്തി ഞാൻ കണ്ടു. ഹല്ലേലൂയ സ്തോത്ര. ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ കണ്ടു. ഇവിടെ വന്നിട്ട് ഹല്ലേലൂയ ഫിസിയോതെറാപ്പിക്കൊക്കെ കൊണ്ടുപോകായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ഈ ബെൻസീന എന്ന് പറഞ്ഞ ഇവിടെ ഒരു ന്യൂറോയുടെ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ നോക്കാൻ നേരത്ത് അവിടുത്തെ ഏറ്റവും സീനിയർ ഡോക്ടർ ആ OPD ഞങ്ങൾ കയറിയ OPD വന്നു. അപ്പം ഞാൻ ഈ ഡോക്ടറോട് ഇങ്ങനെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഡോക്ടർ ചോദിച്ചു, ഈ മനുഷ്യനാണോ? ഈ ആളെ ഞാൻ ഫർവാനിയ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ആ ഫർവാനിയയിൽ ന്യൂറോ ഇല്ലാന്ന് കാരണം ഈ മെയിൻ ഹോസ്പിറ്റലിൽ ഇന്ന് ന്യൂറോയുടെ സീനിയർ ഡോക്ടറാണ്. അന്ന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് ഫർവാനിയ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് കണ്ടിരുന്നു. ഡോക്ടറിന് അത് ആ ആളാണോ ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊരു മിറക്കിള് തന്നെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ OPDയിലുള്ള ഡോക്ടർമാരെ എല്ലാവരെയും വിളിച്ച് വന്ന് കാണിച്ച് ഇന്ന കേസായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അവരോട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പം എന്താ വന്നത്? ഞാൻ പറഞ്ഞു ആള് നടക്കുന്നില്ല, ആൾക്ക് ഒത്തിരി ഹല്ലേലൂയ മൂവ്മെൻ്റ് ഒക്കെ ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വല്ലാതെ മുഖമൊക്കെ ഇങ്ങനെ ചില മൂവ്മെൻ്റ് ഒക്കെ ഒരു സൈഡിലേക്കൊക്കെ കൂടി പോവുക, അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, നടക്കുന്നില്ല നന്നായിട്ടെന്നൊക്കെ. ഡോക്ടറിന് സിസ്റ്റർ നീ എന്താ ഈ പറയുന്നത്? ഈ ആൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതം. അപ്പം നീ ഇതൊക്കെ പറയുന്നത് എന്താ എന്ന് എങ്ങനെ എന്നോട് പറഞ്ഞു. ഈ ആൾ ഇങ്ങനെ ഇരിക്കുന്നെന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്, അതൊരു വലിയ മിറക്കിള് തന്നെ എന്ന് ഇങ്ങനെ എന്നോട്. അവിടെ ദൈവം നാമം മഹത്വപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു അതെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാന്ന് അവരോടും പറയുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം. 2 വർഷത്തോളം എൻ്റെ ബ്രദറാണ് കൂടെ നിന്ന് ഹസ്ബൻഡിനെ നോക്കിയത്. ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോകും, തിരിച്ചു വരും. അങ്ങനെ ഞങ്ങളുടെ ഓരോ നാട്ടിൽ പോക്കും ഓരോരോ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ പോവുകയോ അങ്ങനെ ഒന്നുമില്ല. നാട്ടിൽ ചെല്ലുക, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, മോനെ നീ നിൽക്കണ്ട, നീ പൊക്കോ, ഇത്രയും നാളായില്ലേ, വീട്ടിലാകെയുള്ള ഒരു ആൺകുഞ്ഞ്, അവനെ കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ നിർത്തിയെന്ന് ബുദ്ധിമുട്ടാകണ്ട, ആർക്കും വീട്ടുകാർക്കും വിഷമമാകണ്ട, നീ അവന് പോകില്ലായിരുന്നു. എന്നാലും ഞാൻ നിർബന്ധിച്ച് അവനെ വിട്ടു. ഹസ്ബൻഡിനെയും തൽക്കാലത്തേക്ക് നാട്ടിലേക്ക് വിട്ട് വേറൊരാളെ ഹസ്ബൻഡിനെ നോക്കാൻ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് വെച്ച് ഹസ്ബൻഡ് ഭവനത്തിലേക്ക് വിട്ടു. പെട്ടെന്ന് അധികം താമസിയാതെ തന്നെ വേറൊരാളെയും കൂടെ ഹല്ലേലൂയ സ്തോത്രം നോക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് അവരെ 2 പേരെയും കൂടെ
ഞങ്ങളുടെ വീട്ടിൽ ഈ കുവൈറ്റ് ദേശത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് ചേട്ടൻ, അത് ഞാൻ പറഞ്ഞുവല്ലോ, സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കുന്ന വഴികൾ, ഹാലേലൂയ, ഹസ്ബൻഡ് ചേട്ടന് ഫാമിലിയെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയായി. അതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനെയും ഈ ആളെയും കൂടെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ രണ്ട് ഫാമിലിയും കൂടെ ഒരുമിച്ച് താമസിക്കുവാൻ ദൈവം ഇടയാക്കി. ഹാലേലൂയ, സ്തോത്രം. ഇതിനോടൊക്കെ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ബ്രദർ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനകൾ വെക്കുമായിരുന്നു. ഇവന് ഇങ്ങനെ കൈയൊന്നും കൊട്ടാതെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കും പ്രയറിൻ്റെ സമയത്ത്. അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഞാൻ ഇവനെ നോക്കി പ്രാർത്ഥിക്കും, ദൈവമേ അവനിലൊരു അത്ഭുതം പ്രവർത്തിക്കണമേ, അവനും ഞാൻ അറിഞ്ഞ ഈ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ അവന് അപ്പം അവിടുന്ന് കൃപ ചെയ്യണേന്ന് ഇങ്ങനെ അവനെ നോക്കിയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഒരു സിറ്റി പള്ളിയിൽ ഇവിടുത്തെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പുറത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു പാസ്റ്റർ വന്നിട്ടുള്ള ഒരു മീറ്റിംഗ്. ഞാനും എന്നെ അടുത്ത് ഹസ്ബൻഡിനെയും കൂടെ കൊണ്ടുപോയി വീൽ ചെയറയിൽ. അങ്ങനെ ആ മീറ്റിങ്ങിൽ പോയി. ആ മീറ്റിങ്ങിനിടയ്ക്ക് അന്ന് അവർ പറഞ്ഞു, നിങ്ങൾ പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്തവർ, വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവർക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പേരെഴുതിത്താ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ പേര്, ഹസ്ബൻഡ് ബ്രദറിൻ്റെ പേര്, ഇങ്ങനെ കുറേ പേരുകൾ ഞാൻ എഴുതി കൊടുത്തു. ഉടനെ തന്നെ പുറകിൽ നിന്നൊരു വ്യക്തി, ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പേപ്പർ പുറകിൽ നിന്ന് പാസ് ചെയ്ത് വന്ന സിസ്റ്ററിനുള്ള നോക്കുമ്പോൾ അവത്തിൽ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു പാസ്റ്ററായിരുന്നു, അദ്ദേഹം വന്നിട്ട് ഞാൻ ഈ പേപ്പർ തന്നുവിട്ട്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്പരൊക്കെ വാങ്ങിച്ചു പോയി. പിന്നെ 2-3 ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നതാണ്. അദ്ദേഹം വചനം പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, കുറേ അധികം വചനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങനെ എൻ്റെ ബ്രദറും ഹസ്ബൻഡ് ബ്രദറും ഒക്കെ ഈ വചനം കേട്ട് അവസാനം അവർ രണ്ടുപേരും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവം ഇടയാക്കി. ആമേൻ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് ഹാലേലുയ, ഹസ്ബൻഡിനെ നോക്കാൻ വേറൊരാൾ കടന്നു വന്നു. ഞങ്ങൾ ഈ ദേശത്ത് എങ്ങനെയായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ വീട്ടുകാർ പല പ്രാവശ്യം എന്നോട് പറയുമായിരുന്നു, നീ മാതാവിനോട് പ്രാർത്ഥിക്ക്, മാതാവിനോട് നീ മടങ്ങി അപ്പോൾ ഒരു വിടുതൽ നടക്കും, ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ പോകുന്നത് കൊണ്ട് ആ വിടുതൽ നടക്കാത്ത, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഞാൻ പറയും, അമ്മേ, എന്നിട്ട് പറയും, നിനക്ക് ഇവനെ വേണ്ടാത്ത കൊണ്ടാണ് നീ മാതാവിനോട് പ്രാർത്ഥിക്കാത്ത, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ അവന് വിടുതല, ഇങ്ങനെ പറയും. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും ഞാൻ മടങ്ങി ചെല്ലുമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ കടുത്തായിട്ട് എന്നോട് പറഞ്ഞു. എന്നാലും എന്നോട് കൂടുതൽ സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതിലെല്ലാം അതിജീവിക്കുവാൻ ദൈവം എന്നെ കൃപ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, അദ്ദേഹം ആയിട്ട് പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ റിലേറ്റീവ്സ് ഇതുപോലെ എനിക്ക് ഒരു ദിവസം ഫോൺ ചെയ്തു. ഒരു ഹല്ലേലൂയ കസിൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് വേണ്ടി വേറൊരു വിവാഹം ആലോചിക്കാൻ പോവുക, നീ എത്ര നാളാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ വയ്യാത്ത ഒരാളെ നോക്കി നീ ഇങ്ങനെ നിൽക്കണ്ട, നീ മടങ്ങി വാ, അവിടുത്തെ ജോലിയും വേണ്ട, കുവൈറ്റ് ജോലിയും വേണ്ട, നീ തിരിച്ചു വാ, ഞങ്ങൾ വേറൊരു കല്യാണമൊക്കെ കഴിപ്പിച്ചു വിടാം, നിനക്കൊരു കുഞ്ഞേലും ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പറയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഇതും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചത്. അത് സന്തോഷമായാലും സങ്കടമായാലും എന്ത് ബുദ്ധിമുട്ടാണേലും ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കാണും. ഹല്ലേലൂയ, സ്തോത്രം. അതെന്ത് പ്രതിസന്ധിയാണേലും അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കും. അത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇനി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അത് അവർക്ക് എന്നോടുള്ളത് ഇതുകൊണ്ട് ദേഷ്യം കൊണ്ടൊന്നും അല്ല, എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് മാത്രമാണ് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിപ്പിച്ചത്. അത് തന്നെയല്ല, അത് വേറൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് അവരെ കൊണ്ട് അങ്ങനെ ഹല്ലേലൂയ ദൈവം സംസാരിപ്പിച്ചത്. ചില സംസാരങ്ങൾ നമുക്ക് വേദനയായി തോന്നിയെങ്കിലും അത് ചിലപ്പോൾ നമ്മളെ കൊണ്ടൊരു പുതിയ തീരുമാനം എടുപ്പിക്കാൻ, അല്ലെ ഒരു പുതിയൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ദൈവപ്രവൃത്തിയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നേരം ഭാരം തോന്നി, ഞാൻ ആരും ഭവനത്തിലില്ല, ഞാൻ കഥ കടച്ചിട്ടിട്ട് അല്ലമുറയിട്ട് ഞാൻ ദൈവതിരുസനെ കരഞ്ഞു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. അവർ പറഞ്ഞല്ലോ നിനക്കൊരു കുഞ്ഞേലും ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പറയത്തില്ലായിരുന്നെന്ന്. ഹല്ലേലൂയ, എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ തന്നേ പറ്റത്തുള്ളൂ
ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഹാലേലുയ. അതിന് മുന്നേ, ആക്സിഡൻറ്റിന് മുന്നേ ഞാനിങ്ങനെ ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിനും ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് വേണമെന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ സാഹചര്യമെല്ലാം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഒരു കുഞ്ഞില്ലാതെ നന്നായി, അല്ലെങ്കിൽ ആ കുഞ്ഞു ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കേണ്ട വരത്തില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ച വ്യക്തി, അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഞ്ഞായാലും വേണം ദൈവമേ, ഇങ്ങനെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട്. എല്ലാം ഇങ്ങനെയുള്ള മനുഷ്യരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയണ്ടേ. അങ്ങനെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. അതിനുശേഷം ഞാൻ ടെസ്റ്റിനൊക്കെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അങ്ങനെ ഹസ്ബൻഡിനെ ടെസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, അവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡിനെ ഒരു ഡോക്ടറെ കാണിക്കണം ഇതിനു വേണ്ടി. അങ്ങനെ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇതിന് ഒരു കുഞ്ഞുണ്ടാകാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, അബ്രഹാമിന് സാറായിക്ക് 100-ാമത്തെ വയസ്സ് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ എനിക്കും തന്നേ പറ്റത്തുള്ളൂ. കാരണം ഈ ഹല്ലേലൂയ, ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയെ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, കുഞ്ഞു വേണമെന്നും പറഞ്ഞ് ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഞാൻ അങ്ങനെ പോകത്തില്ല, ഞാൻ കൊണ്ടുപോകത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്കിവിടെ കാണണം. അത് നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമും ഹല്ലേലൂയ, സ്തോത്രം, അതെ, ഹല്ലേലൂയ, ബഹുജാതികൾക്ക് പിതാവാകുമെന്ന ഹല്ലേലൂയ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തത്. ഹല്ലേലൂയ, അതെ. എന്നാൽ ഹല്ലേലൂയ അത് കേട്ട അബ്രഹാം സാഹചര്യമൊന്നും നോക്കിയില്ല. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, തൻ്റെ ശരീരം നിർജീവമാ, സാറയുടെ ഗർഭപാത്രം നിർജീവ, ഇതൊന്നും അബ്രഹാം ചിന്തിച്ചിട്ടില്ല. ആശയ്ക്ക് വിരോധമായി അബ്രഹാം അവിടെ ആശയോടെ വിശ്വസിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, സംശയിക്കാതെ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്നും ഹല്ലേലൂയ, സ്തോത്രം, പൂർണ്ണമായി ഉറച്ചതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് അത് അവന് നീതിക്കായി കണക്കിട്ടു. ഹല്ലേലൂയ. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബലഹീനത ഞാൻ നോക്കിയില്ല, നെഗറ്റീവായ റിപ്പോർട്ടുകൾ ഞാൻ നോക്കിയില്ല. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു, ദൈവമേ, ഞാൻ ഇതൊന്നും നോക്കുന്നില്ല, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സഭയിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ വചനമൊക്കെ പറയും, എണീറ്റ് നിന്ന് മെമ്മറി വേഴ്സ് കാണാതൊക്കെ പറയും. ഞാൻ ചർച്ചിലിരുന്ന് എന്നിട്ട് ഞാൻ നോക്കി ഹല്ലേലൂയ, സ്തോത്രം, ആരും കാണാതെ ഷോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാനിങ്ങനെ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ, ഇതുപോലൊരു എൻ്റെ ഒരു തലമുറ ഈ ആലയത്തിൽ എണീറ്റ് നിന്ന് അവിടുത്തെ സ്തുതിക്കുന്നത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. എൻ്റെ ദൈവം അതിന് വലിയവനാവും. ഹല്ലേലൂയ, വിശ്വസ്തനായി എനിക്കത് കാണണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു ദിവസം ഞങ്ങൾ ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഭവനത്തിൽ നടത്തി, ഹസ്ബൻഡ് വിടുതലിന് വേണ്ടി. ആമേൻ. എന്നാൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന്. നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പലരോട് വിളിച്ചു ചോദിക്കുക, ഇതിങ്ങനെ തന്നെയാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ തന്നെ ആശ്ചര്യപ്പെടുക, ദൈവമേ, ഇത് ഹല്ലേലൂയ, സ്തോത്രം, പലരോടും ചോദിച്ചാണ് ഞാൻ തന്നെ അത് കൺഫേം ആക്കി. അതിനുശേഷം ഞാൻ ഇത് പറയുവാനായിട്ട് എൻ്റെ ബ്രദറിനെ വിളിച്ചു. ബ്രദറിനെ വിളിക്കുമ്പോഴത്തേക്ക് നാത്തൂൻ ആ ഫോൺ എടുത്ത് സ്പീക്കർ ഫോണിൽ ഇട്ടിരിക്കുക. അപ്പം ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും അവിടെ ബ്രദർ, അയ്യോ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നിങ്ങനെ കിടന്ന് കൂവുന്നുണ്ട്. ഞാൻ എന്തിനാ ഇവനിങ്ങനെ എൻ്റെ ദൈവമേ, ദൈവമേ എന്ന് കൂവുന്ന? ഉടനെ അവൻ പറയും, ചേച്ചി, അവൻ പറയും എന്ന് പറഞ്ഞ് ആ നാത്തൂൻ പറഞ്ഞു. അവൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി, ബാക്കി ഞാൻ പറയാം. ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞ്, ആ കുഞ്ഞിനെ വരെ ഞാൻ കണ്ടു. കുറച്ച് ദിവസം മുന്നേ ഞാൻ സ്വപ്നം കണ്ടു, ചേച്ചി പ്രഗ്നൻ്റാ, ഒരു ആൺകുഞ്ഞ്, അതിനെ ഞാൻ കണ്ടു. പക്ഷേ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ലോ പ്രകാരം നോക്കിയാൽ ഒരു കുഞ്ഞുണ്ടാകത്തില്ല. എന്നോട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകും, ആൺകുഞ്ഞുണ്ടാകും എന്നൊക്കെ എങ്ങനെ പറയും? അതെനിക്ക് വിഷമമായാലോ എന്ന് വെച്ച് ഇത് പറയാതെ ഇവരിയ്ക്കുക. ഇനി ബാക്കി ഞാൻ പറയാതെ ഒരു ആൺകുഞ്ഞ് ഞാൻ കണ്ടു എന്നും പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എത്ര വലിയവനാ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നതിലും, അത് നമ്മുടെ വിചാരമൊക്കെ ചെറുതാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും ദൈവത്തിന് മനസ്സിലാകത്തില്ല, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ പ്രയാസങ്ങൾ എന്നൊക്കെ നമ്മൾ ചില നേരത്ത് ചിന്തിക്കുക. എന്നാൽ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിലെ ഒരു ഞരക്കം പോലും ആ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ, ആൺ പൈതലിനെ തന്നെ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ ഹോസ്പിറ്റലിലായിരുന്ന സമയം, ഈ പ്രഗ്നൻസിയിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനെ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിക്കും ഇതിനും എല്ലാം ഞാൻ കൊണ്ടുപോകും. വലിയ വയറൊക്കെ വെച്ച് ഫിസിയോതെറാപ്പിക്കൊക്കെ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പം ഹല്ലേലൂയ, ഒരു ദിവസം ഇതുപോലെ എൻ്റെ പ്രഗ്നൻസി ലാസ്റ്റ് ടൈമൊക്കെ ആയിരുന്ന സമയത്ത്
ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ആളെ ഇനി നീ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ആൾ നടക്കത്തൊന്നും ഇല്ല, ഇങ്ങനെ ഫിസിയോ ചെയ്തിട്ട് കാര്യമില്ല, ഈ ആൾ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുക. ഞാൻ ഈ വലിയ വയറും വെച്ച് ഇങ്ങനെ നിൽക്കുക. എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു, ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഈ ആളില്ല, ഇനി ജീവിക്കത്തില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാ ഈ ആൾ ഇത്ര ആയതേ. നോക്കിക്കേ, എനിക്കൊരു കുഞ്ഞിനെയും ദൈവം തന്നു, അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഹല്ലേലൂയ, ഇനി വരണ്ട, ഓക്കെ ഡോക്ടറെ, ഈ മെഡിക്കൽ സയൻസ് പറഞ്ഞ ഈ ആൾ ജീവിക്കത്തില്ലെന്നാ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് ആ ആൾ ഇത്രോ ആയത്, ഒരു കുഞ്ഞിനെയും ദൈവം തന്നല്ലോ ഇത്രത്തോളം. വേണ്ട, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മടങ്ങി വന്നു. ഹല്ലേലൂയ. ഭവനത്തിൽ തന്നെ ഞങ്ങൾ ഫിസിയോ ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. എൻ്റെ ഡെലിവറി ടൈം ആണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, അവിടെയൊക്കെ ഞാൻ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിച്ചു. ഇവിടെയൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞ് അവർ ഒത്തിരി നാൾ നോർമലിന് ഒത്തിരി ട്രൈ ചെയ്ത് ലാസ്റ്റ് ടൈമൊക്കെ ആയി ഒട്ടും പറ്റാത്തപ്പോഴേ അവർ സിസേറിയനൊക്കെ എടുക്കത്തുള്ളൂ. എന്നാൽ എൻ്റെ കാര്യത്തിൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ഡോക്ടേഴ്സിൽ തന്നെ ദൈവം ആലോചന പകർന്ന്, ഞാൻ ഒന്നും അങ്ങോട്ട് പറയാം, അവർ തന്നെ പറഞ്ഞു, ഇതൊരു പ്രഷ്യസ് ബേബിയാ, അതുകൊണ്ട് നോർമലി ട്രൈ ചെയ്യണ്ട, നമുക്ക് സിസേറിയൻ തന്നെ ട്രൈ ചെയ്താൽ മതി, നിനക്ക് നോർമലി ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞു, വേണ്ട, അതെ, നമുക്ക് സിസേറിയൻ. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, അവർ സിസേറിയൻ ചെയ്യുകയും, ഹല്ലേലൂയ, അവിടെയാണേലും ഓട്ടിയിലാണ് ശരിക്കും ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലുള്ള ഒരു പ്രത്യേക അനുഭവം എനിക്ക് അവിടെ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി. സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും പറയും എന്നോട്, മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് അത്രയും സ്നേഹം തന്ന ആശ്വാസം അവിടെ ഞാൻ അനുഭവിക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞിനെ ദൈവം തന്നു. അവിടെ ഞാൻ റിക്കവറി റൂമിൽ കിടക്കുമ്പോൾ ഒരു സിസ്റ്റർ എന്നോട് വന്ന് ചോദിച്ചു, എന്താ മോളെ പറ്റി, ഹസ്ബൻഡിന് എന്തോ പ്രശ്നമാണെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇതേപോലെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഹോസ്പിറ്റലിൽ തന്നെ. അയ്യോ, ആ ആളുടെ ആണോ? അയ്യോ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളൊക്കെ അന്ന് കണ്ടിട്ടുണ്ട്, അതാ, അയ്യോ, ഇതൊരു മിറക്കിള് തന്നെ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ആളെങ്ങനെ, ആർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ അവിടെയും ദൈവനാമം മഹത്വപ്പെടുവാനിടയായി. ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മകൻ ഇപ്പോൾ അവൻ്റെ 10ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് ആലയത്തിൽ പിയാനോ വായിക്കാൻ തുടങ്ങി. ഇന്ന് വരെയും ആലയത്തിൽ അവനാണ് ശുശ്രൂഷയ്ക്ക്, ആരാധനയ്ക്ക് പിയാനോ വായിക്കുന്നത്. ദൈവം അതിനൊക്കെയും സഹായിച്ചത്. ഈ ആലയത്തിലൊരു എൻ്റെ തലമുറ എണീറ്റ് നിന്ന് അവിടുത്തെ വചനം ഹല്ലേലൂയ മെമ്മറി വേഴ്സ് പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചത്. ദൈവം ഹല്ലേലൂയ, സ്തോത്ര, സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഇനി ഇതൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, മുന്നിൽ ഹല്ലേലൂയ, സ്തോത്രം, പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ഹല്ലേലൂയ, എത്ര വലിയ ഹല്ലേലൂയ, സ്തോത്രം, ഇനി നടക്കത്തില്ലെന്നുള്ള അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിലും അവിടെയും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ അനുഭവമായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ മകൻ ഹല്ലേലൂയ, സ്തോത്രം, പിയാനോ വായിക്കാൻ എനിക്ക് അതിന് ശേഷം ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം ഞാൻ കൊയറിൽ അംഗമല്ലായിരുന്നു. ഇപ്പോൾ ഞാനും പാടുവാൻ അങ്ങനെ ദൈവം കൃപ ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ആ ആലയത്തിൽ ദൈവം ഇടയാക്കുന്നു. പലപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴെല്ലാം ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ സാലറി കുറവായിരുന്നു, എന്നാൽ പിന്നീട് ഓരോ ആവശ്യം വരുമ്പോഴും ഞങ്ങളുടെ സാലറി കൂട്ടുന്നതായിട്ട് കാണാം. എല്ലാവർക്കും വേണ്ടിയാണ് കൂട്ടുന്നെങ്കിലും ഞാൻ പറയും, എനിക്ക് വേണ്ടി ദൈവം കൂട്ടി. ഇങ്ങനെ ഞാൻ പറയും, അതെ മോനെ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മാസം ഇവിടെ 50 KD കൂട്ടി. ഞാൻ പറഞ്ഞു, മോനുള്ളത് ദൈവം തന്നു. ഇങ്ങനെ ഓരോരോ സമയത്തും ദൈവം ഹല്ലേലൂയ, സ്തോത്രം, ഈ ഒരു ബുദ്ധിമുട്ട് എൻ്റെ കൂടെ സ്തോത്രം ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും ഹല്ലേലൂയ, അതിനോടുകൂടി, അതെ, പരീക്ഷയോടുകൂടി നീക്കുപോക്ക് തരുന്ന യഹോവ സകല മേഖലകളിലും ദൈവം ഞങ്ങളെ വഴി നടത്തി. മറ്റൊന്നിനും ബുദ്ധിമുട്ടില്ലാതെ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ മുന്നേറുവാൻ, ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ 12 വർഷക്കാലം അദ്ദേഹത്തെ ഈ ദേശത്ത് ഹല്ലേലൂയ, സ്തോത്രം, നോക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. കൂടെ നോക്കുവാൻ ഒരാളുണ്ടായിരുന്നു, എന്നിരുന്നാലും ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മോശമായപ്പോൾ റെസിഡൻസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ വിസ അടിക്കണം, അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുടെ വിസ അടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹത്തെ നാട്ടി വിട്ടു. 2 വർഷക്കാലം ഹസ്ബൻഡ് ഭവനത്തിലായിരുന്നു അദ്ദേഹം. അപ്പോഴും ഈ നോക്കുന്നയാൾ തന്നെ കൂടെയുണ്ട്.
ഹസ്ബൻഡ് ആ ഭവനത്തിലുള്ള ഹസ്ബൻഡ് ബ്രദറും സ്തോത്രം ഫാമിലിയും ഒക്കെയും അന്നേരം ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം എനിക്കിങ്ങനെ മനസ്സിലൊരാലോചന വന്നു, ഒരു ഭവനം വെക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ, ഒരു ദിവസം ഇതുപോലെ ഒരു പ്രയറിന്, ഞങ്ങളുടെ ഈ പ്രയറിന് ഒരു പാസ്റ്റർ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡ് വിവരം പറഞ്ഞ് ഹസ്ബൻഡ് വിവരം പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു ഭവനം വെക്കുമെന്ന്. ഞാനിപ്പോൾ ഓർത്ത്, ഈ പാസ്റ്റർ എന്താ പറയുന്നത്? ഞാൻ ഹസ്ബൻഡിന് ഒരു പൂർണ്ണ വിടുതലിന് വേണ്ടി അദ്ദേഹം ഒരു ഭവനം വെക്കുമെന്ന്. അപ്പം ഞാൻ ഈ സാറാ ചിരിച്ച മാതിരി ഞാൻ ഉള്ളിൽ ചിരിച്ച്, ഭവനം വെക്കുമെന്ന് ഞാനത് ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ ഞാൻ ഹല്ലേലൂയ ചിരിച്ചു. അതെങ്ങനെ നടക്കാനായി? അങ്ങനെ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം വലിയവനാ. പെട്ടെന്നൊരു ആലോചന, അതുവരെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനമേ ഇല്ലായിരുന്നു ഒരു ഭവനം വെക്കണമെന്ന്. ആക്സിഡന്റിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. ഞങ്ങൾ കുട്ടനാടുകാരാ, ഞങ്ങൾക്കൊരു ചങ്ങനാശ്ശേരിയിൽ ഒരു വീട് വേണം, വെള്ളമൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു വീട് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമായിരുന്നു. ഞാൻ ചുമ്മാ, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും ചുമ്മാ ഒരു വീടിന്റെ ഇതൊക്കെ വരച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു വീട് വേണമെന്നൊക്കെ. എന്നാൽ ഈ ആക്സിഡന്റിന് ശേഷം ഇനി ഇതൊന്നും നടക്കത്തില്ല, ആഗ്രഹങ്ങളെല്ലാം മാറ്റിമറിച്ചു. അങ്ങനെ വേണ്ടാന്ന് മാറ്റിവെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഇതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ലോൺ എടുത്തു. എന്നിരുന്നാലും ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ ഒരു ഭവനം വെക്കാനിടയായി. സ്ഥലം വാങ്ങിച്ചത് ഇതിനോടിടയ്ക്ക് ഞങ്ങൾ ചങ്ങനാശ്ശേരി സ്ഥലം വാങ്ങിച്ചായിരുന്നു. പല സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങാൻ നോക്കിയിട്ട്, അതായത് ഞങ്ങളുടെ ഭവനത്തിനടുത്തൊക്കെ നോക്കിയിട്ട്, കാരണം ഇങ്ങനെ വയ്യാത്തൊരു സ്ഥിതിക്ക് അടുത്ത് തന്നെ പേരൻസിൻ്റെ എല്ലാവരുടെയും അടുത്ത് വേണമല്ലോ എന്നോർത്ത് ഞങ്ങൾ പല അടുത്ത് നോക്കിയിട്ട് എങ്ങും സ്ഥലം കിട്ടിയില്ല. അവസാനം സ്ഥലം കിട്ടിയ ചങ്ങനാശ്ശേരി. അങ്ങനെ അവിടെ വാങ്ങിയിട്ടെന്നേ ഉള്ളൂ. എന്നാലും വീട് വെക്കുമ്പോൾ ഇവിടെ അടുത്തെങ്ങാനും വെക്കാമെന്ന് അവസാനം വീട് വെക്കുന്നത് ആ ചങ്ങനാശ്ശേരി തന്നെ വീട് വെക്കാൻ ഇതായി. ഹല്ലേലൂയ. മാക്സിമം കുറച്ചൊക്കെ വെക്കാനൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അവസാനം വെച്ച് വന്നപ്പോൾ പണ്ട് ഞങ്ങൾ എങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അതുപോലത്തെ ഒരു വീട് തന്നെ ദൈവം അവിടെ വെച്ചു. ആമേൻ, സ്തോത്രം. ദൈവം അത് നടത്തി. അതെ, ഹല്ലേലൂയ. നമ്മൾ സാഹചര്യം മാറുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ മാറ്റും, നമ്മൾ ആഗ്രഹങ്ങൾ അതിനനുസരിച്ച് കുറച്ചു കൊണ്ടുവരും. എന്നാൽ ദൈവം അങ്ങനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യം ഒന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല, അവിടെയും ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പിന്നെ അദ്ദേഹത്തെയും ഹല്ലേലൂയ ഹസ്ബൻഡിനെയും നോക്കുന്ന ആളെയും കൂടെ ആ ഭവനത്തിലാക്കി 6 വർഷക്കാലം ദൈവത്തിൻ്റെ കൃപയാൽ ആ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ അവിടെ താമസിക്കുവാനൊക്കെയും ദൈവം കൃപ ചെയ്തു. ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വർഷത്തെ ലീവിന് ചെല്ലും. അദ്ദേഹത്തിൻ്റെ കൂടെ ഫുൾ ടൈം ആയിരിക്കും, എങ്ങോട്ടും പോകാറില്ല. ഫുൾ ടൈം അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും, തിരിച്ചു മടങ്ങി വരും. അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ദിവസവും വീഡിയോ കോൾ വിളിക്കും. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഞാൻ ചിന്തിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അദ്ദേഹത്തിനെ വയ്യാതായിട്ടുള്ളൂ, ഞാൻ ഇപ്പോഴും ഓക്കെയാണ്. അദ്ദേഹത്തിനെ സംസാരിക്കാതെ പറ്റാഴികയുള്ളൂ, ഞാൻ ഓക്കെയാണ്, എനിക്ക് സംസാരിക്കാം. അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കത്തൊന്നുമില്ല. അധികം കഴിച്ചു എന്നൊക്കെ പറയും, ചിലപ്പോൾ കഴിച്ചാലും ഇല്ലെന്ന് പറയും. അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് എന്നും വിളിച്ച് വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി, ഇന്നതാ ഇന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയേ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഹല്ലേലൂയ വിളിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്, ചിരിച്ചുകൊണ്ട് കേൾക്കും. ഹല്ലേലൂയ. അതൊക്കെ എനിക്കൊത്തിരി, ഹല്ലേലൂയ, സ്തോത്രം, അതൊക്കെ എനിക്കൊത്തിരി ഹല്ലേലൂയ ബലമായിരുന്നു. ഹല്ലേലൂയ, സന്തോഷമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. 2024 കഴിഞ്ഞ വർഷം ഇതുപോലെ പെട്ടെന്ന് എൻ്റെ അനിയത്തി, 42 വയസ്സുള്ള അനിയത്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അവൾക്ക് ഒരു ദിവസം പെട്ടെന്ന് ലൂസ് മോഷനും വൊമിറ്റിങ്ങുമായിട്ട് വന്നതാ. ഹല്ലേലൂയ. അടുത്ത ദിവസം കുഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് ഒത്തിരി ഭാരമായിരുന്നു. ഞങ്ങൾക്ക് അവൾക്ക് 3 കുഞ്ഞുങ്ങളാ. ഏറ്റവും ഇളയ കുഞ്ഞ് 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ അവളുടെ ഫ്യൂണറൽ ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് ഞാൻ നാട്ടിൽ കടന്നുപോയി. സ്തോത്രം. ഈ സമയത്ത് അവളുടെ മരിച്ചു കഴിഞ്ഞ 7ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിന് വീണ്ടും ഒരു പ്രോബ്ലം സ്റ്റാർട്ടായി. അതായത് അദ്ദേഹം മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ അവധിയോടുള്ള ബന്ധത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നുവല്ലോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. സ്തോത്രം. അഡ്മിറ്റായി ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കോളൻ ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം.
അപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അപ്പൊ ഈ 20 വർഷക്കാലം എൻ്റെ പ്രിയപ്പെട്ടവൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും വേദനയിലൂടെ എല്ലാം കടന്നുപോയി. ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൂടെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ സഹിക്കണോ? എന്നാ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർമാർ സർജറി പറഞ്ഞു. സർജറി ചെയ്താലും പ്രശ്നം, ചെയ്തില്ലേ ഇൻഡസ്ട്രൈനൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്ന് പ്രശ്നമാകും. ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഒരു സ്റ്റേജ്. അങ്ങനെ മനസ്സോടെ സർജറിക്ക് വേണ്ടി സമ്മതിച്ചു. അതിൽ മുന്നേ ഹല്ലേലൂയ ദൈവം എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി, ആ കറക്റ്റ് ടൈമിൽ കൊണ്ടുപോയി. ആ ദിവസങ്ങളിലെല്ലാം കൂടെ നിന്ന് ശുശ്രൂഷിപ്പാനും എല്ലാം ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ വാക്കുകളെ സംസാരിക്കത്തുള്ളായിരുന്നു. എന്നാൽ ആ സമയത്ത് പെട്ടവൻ്റെ കൂടെ ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ഇരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എന്നോട് പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ആരും നോക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത്രയോ ഇതോടെ എല്ലാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രിയപ്പെട്ടവനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുവരെ ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു, അദ്ദേഹം ഇതൊക്കെ അറിയുന്നുണ്ടോ, എന്നെ മനസ്സിലാക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഈ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ അറിയുന്നുണ്ടോ, അങ്ങനെയൊക്കെ. എന്നാൽ എല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. എല്ലാം എന്നെ ദൈവം മനസ്സിലാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ ആ പ്രശംസ കേൾക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തന്നു. ആമേൻ. അതിന് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതെനിക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാൻ കൂട്ടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വം കരയേറ്റുന്നു അപ്പച്ചനെ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം സർജറിക്കായി ഹല്ലേലൂയ സർജറി ചെയ്തു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് ഹല്ലേലൂയ ന്യൂമോണിയയുടെ പിടിച്ച് ന്യൂമോണിയ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും ട്രക്കിയോസ്റ്റോമി ചെയ്തു. വീണ്ടും അപ്പം കർത്താവെ ഒന്ന് ട്രക്കിയോസ്റ്റോമി ചെയ്ത് അത് ക്ലോസ് ചെയ്ത് ആമേൻ സ്തോത്രം. ഇതിനോടകം ഞങ്ങൾ ഫർവാനിയ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടുന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ അവർ ട്രക്കിയോസ്റ്റോമി ക്ലോസ് ചെയ്തായിരുന്നു. ആദ്യ സമയത്ത് തന്നെ ആ 2 മാസത്തിനിടയ്ക്ക് തന്നെ ട്രക്കിയോസ്റ്റോമി ക്ലോസ് ചെയ്തായിരുന്നു. വീണ്ടും ഇപ്പം ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. അപ്പോൾ ഇനി അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ചെറിയ വാക്കുകളാണെങ്കിലും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും വലിയ ഇതില്ല, ചെറിയ ചെറിയ വാക്കുകൾ. പക്ഷേ എനിക്ക് ആ ചെറിയ ചെറിയ വാക്കുകൾ എനിക്ക് ഒത്തിരി പ്രഷ്യസാ. ഹല്ലേലൂയ സ്തോത്രം. ഈ ട്രക്കിയോസ്റ്റോമി ചെയ്താൽ ഇനി അദ്ദേഹത്തിന് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ, സംസാരിക്കാനും ഒന്നും. അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടു. എന്നാലും നിവൃത്തിയില്ലാഞ്ഞുകൊണ്ട് ട്രക്കിയോസ്റ്റോമി ഒക്കെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, ഇത് ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം നിങ്ങൾ ഒരാഴ്ച വീട്ടിൽ പോയിട്ട് മടങ്ങി വരാൻ ഡോക്ടർ പറഞ്ഞു, ഒന്ന് മാറി നിന്നിട്ട് വരാൻ. ഈ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തെ ട്രക്കിയോസ്റ്റോമിയും ചെയ്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വീട്ടിലേക്ക് വീട്ടിൽ ഞാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത്, സക്ഷൻ ചെയ്യാനും അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വീട്ടിൽ വന്ന് 2 ദിവസം ആയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പ്രോബ്ലംസ് ആയി. BP ഷൂട്ടപ്പ് ആവുന്നു, യൂറിൻ ഔട്ട്പുട്ടൊക്കെ കുറവ്, ഭയങ്കര ഭാരപ്പെട്ട വേദനയെ കൂടി കടന്നു. ഈ സമയങ്ങളിലൊന്നും എൻ്റെ പേരൻസോ ആരും കൂടെയില്ല. കാരണം അതിന് മുന്നേ ഞാൻ എപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പേരൻസ് ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാറുണ്ട്. ഈ സമയത്ത് എൻ്റെ അനിയത്തിയുടെ വേർപാട് കാരണം അനിയത്തിയുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എൻ്റെ പേരൻസ് ആ ഭവനത്തിലായിരിക്കും. ഞാനും മോനും ഹല്ലേലൂയ നോക്കുന്ന ആളുകൊണ്ട്, പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നും അവർ വന്നു പോകുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥ. എന്നും രാവിലെ തുടങ്ങി രാത്രി വരെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കും. രാത്രി മോൻ വന്നിട്ട് നോക്കുന്ന ആളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ തിരിച്ചു വരും. ചിലപ്പോൾ വന്നു കഴിഞ്ഞ് രാത്രിയിലും എന്തെങ്കിലുമൊക്കെ കൂടുതലാന്നൊക്കെ വെളുപ്പിന് 3 മണിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോവുക. അങ്ങനെ കുറേ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. എന്നാൽ അവിടെ എല്ലാം ദൈവം ബലപ്പെടുത്തി നടത്തി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മഹത്വം കരയേറ്റുന്നു. അപ്പം അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം. വീട്ടിൽ വന്ന് ഇതുപോലെ പ്രോബ്ലംസ് ആയ BP ഒക്കെ കൂടുകയൊക്കെ ചെയ്ത കാരണം ആ ഭാരത്തിൽ ഞാൻ ആകെ തകർന്ന ഒരു അവസ്ഥയിലായി. മാനസികമായിട്ട് ഒത്തിരി വിഷമത്തിൽ, അങ്ങ് മടുത്ത ഒരു എന്നാ ചെയ്യുന്ന അപ്പാ എന്നുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ബലം ക്ഷയിച്ചോ, ഞാൻ തകർന്നു പോയോ അവിടെ എല്ലാം ദൈവം എന്നെ വചനത്തിൽ കൂടെ ബലപ്പെടുത്തും. അല്ലെങ്കിൽ ആരെയും തക്ക സമയത്ത് അയച്ച് എന്നെ അവിടെ താളടിയായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ബലപ്പെടുത്തുവാൻ ദൈവം ആരെയും അയക്കും. അതാ ഞാൻ പറഞ്ഞല്ലോ, ആരിൽ കൂടെയും ദൈവം പ്രവർത്തിക്കുമെന്ന്. ഇങ്ങനെ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുമ്പോൾ
നോക്കുമ്പോൾ ഞങ്ങളുടെ ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ഈ സഭയിലുണ്ടായിരുന്ന എൽഡറായിരുന്ന ഒരു ഹാലേലുയ ദേവദാസനുണ്ട്. ഹാലേലുയ സ്തോത്രം. കോശ് ബ്രദർ ഹാലേലുയ. അദ്ദേഹം ആ വഴി പോയപ്പോൾ പെട്ടെന്നൊരു ആലോചന, ദൈവിക ആലോചന കിട്ടി, ഈ ഭവനത്തിലൊന്ന് വരണമെന്ന്. അങ്ങനെ അദ്ദേഹം വന്നു പ്രാർത്ഥിച്ച് നമ്മളെ ബലപ്പെടുത്തി. ഹാലേലുയ സ്തോത്രം. അങ്ങനെയൊക്കെയും ദൈവം എൻ്റെ ഓരോ മേഖലയിലും ദൈവം എനിക്ക് സപ്പോർട്ട് ചെയ്തു. താളടിയായി പോകാതെ ഹാലേലുയ. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ ഡോക്ടർമാരെ വിളിച്ചപ്പം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ആളുടെ കണ്ടീഷൻ ഡേ ബൈ ഡേ വേഴ്സായി പോയി. അദ്ദേഹം ICUവിലായി, വെന്റിലേറ്ററിലായി. ഹാലേലുയ. വീണ്ടും ആമേൻ സ്തോത്രം. ഒരു കോമ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയി. ഹാലേലുയ സ്തോത്രം. എനിക്ക് ലീവ് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെയും ലീവ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, തിരിച്ചു വരണം. അങ്ങനെ ഭാരപ്പെട്ടിരുന്ന അവസ്ഥയിൽ എല്ലാവരും പറഞ്ഞു നീ അറ്റ്ലീസ്റ്റ് വന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ പോകാം എന്നുള്ള രീതിയിൽ ഈ ദേശത്തേക്ക് ഞാൻ കടന്നു വന്നു. ജൂലൈ 30 ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നു. ഹാലേലുയ. അതിനോടിടയ്ക്ക് അവിടെ ഒത്തിരിയും പൈസയൊക്കെ ഞങ്ങൾക്ക് ചിലവായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇതല്ലേ, നീ ട്രീറ്റ് ചെയ്യണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ആളെങ്ങനെ ആയിക്കോട്ടെ, ഹാലേലുയ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഹാലേലുയ സ്തോത്രം. ഹാലേലുയ പറ്റുന്ന പോലെ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഹാലേലുയ അവസാനം ബിലീവേഴ്സിലെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒത്തിരി പൈസ ആകുന്നുണ്ടല്ലോ, നിങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുമ്പനാട് എന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുമ്പനാട് അവിടെ ICUവിലായിരുന്നു. അപ്പോൾ ICUവിൽ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അപ്പോൾ വിത്ത് ബൈപ്പാപ്പിലാണ് കൊണ്ടുപോകുന്നത്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ബൈപ്പാപ്പ് വേണം, ഇനി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, നോക്കുന്ന ആളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളല്ല, അതൊന്നും നമുക്ക് പറ്റത്തില്ല. ഇപ്പം ICUന്ന് ഇതാകുവാണെങ്കിൽ അവിടെ തന്നെയുള്ള പാലിയേറ്റീവ് കെയറിലാക്കാം ഇങ്ങനെ വിചാരിച്ചു. അത് എനിക്ക് ഒത്തിരി ഭാരമായിരുന്നു. 20 വർഷക്കാലം ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് അവസാനം ഞാൻ കൊണ്ടൊരു പാലിയേറ്റീവ് കെയറിൽ ഇട്ടിട്ട് വരുന്നു. അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. അപ്പം ഹാലേലുയ സ്തോത്രം. അല്ല അദ്ദേഹം ഒരു കോമ സ്റ്റേജ് എന്ന് പറയുന്ന വേദനയിലൂടെ കടന്നു പോകുക. ദൈവ തിരുസനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ഈ ദേശത്ത് ജൂലൈ 30 കടന്നു വന്നു. ഓഗസ്റ്റ് 15 ഹാലേലുയ സ്തോത്രം. 14 എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഹാലേലുയ. പോകുന്നതിന് മുന്നേ അന്ന് പകല് രാവിലെ മുതൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നിടം വരെ വീഡിയോ കോൾ ഇങ്ങനെ വിളിച്ച് കണ്ടുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം കേൾക്കുന്നൊന്നും ഇല്ലായിരിക്കാം, എനിക്കറിയില്ല. എന്നിരുന്നാലും ഹാലേലുയ സ്തോത്രം 37 പ്രാവശ്യം വീഡിയോ കോൾ വിളിച്ച് ഞാൻ കാണുകയും സംസാരിക്കുകയും ഞാൻ തന്നെ ഓരോന്ന് പറഞ്ഞിരുന്നു. ഹാലേലുയ. അതിനുശേഷം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയും പോകണം, നാട്ടിൽ പോയേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഹാലേലുയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ഫോൺ വന്നു. അദ്ദേഹം സീരിയസാ, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം നോക്കുന്നയാളെ വിളിച്ച് എനിക്ക് പിടികിട്ടി. അദ്ദേഹത്തെ ദൈവം തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആള് പറഞ്ഞു വേറെയുള്ളവരെയൊക്കെ നാട്ടിലുള്ളവരെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, ഒന്ന് വിളിച്ച് പറയുമോ എന്നും ചോദിച്ച്. എനിക്ക് പിടികിട്ടി. ഹാലേലു. അങ്ങനെ ഹാലേലു ഓഗസ്റ്റ് 15 അദ്ദേഹം ദൈവ തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതെ ഹാലേലുയ. ഈ ലോകത്തിലെ കഷ്ടതയും ഹാലേലുയ മുറവിളിയും കണ്ണുനീരും ഇല്ലാത്ത ഹാലേലുയ ദൈവ തിരുസന്നിധിയിൽ അദ്ദേഹം ചേർക്കപ്പെട്ടു. ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്ത്, സന്തോഷമുള്ള സ്ഥലത്ത് അദ്ദേഹം ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ സ്തോത്രം. പ്രിയന്റെ ഹാലേലു വീണ്ടും ഞങ്ങൾ കാണും. ഹാലേലുയ സ്തോത്രം. അത് ഞാൻ വിശ്വസിച്ച് ഹാലേലുയ സ്തോത്രം പ്രത്യാശയോടെ ആയിരിക്കുന്നു. ഹാലേലുയ സ്തോത്രം. അതെ ഹാലേലുയ സ്തോത്രം. ഹിസ്കിയാവിന് ഹാലേലുയ 15 വർഷം ദൈവം ആയുസ്സിനെ നീട്ടിക്കൊടുത്തെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവന് ദൈവം 20 വർഷക്കാലം ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. ഞങ്ങൾക്കൊരു തലമുറയെ തന്നു, നന്മകൾ തന്നു. എല്ലാത്തിനും ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളായിരിക്കുന്നു. ഹാലേലുയ. ഒട്ടും ബലമില്ലാതെ ഹാലേലുയ സ്തോത്രം. ഹാലേലുയ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഹാലേലുയ നേരെ നിൽക്കാൻ പോലും ശക്തിയില്ലാതെ, സംസാരിക്കാൻ പോലും ഒരു കഴിവില്ലാതിരുന്ന എന്നെ ദൈവം ഇത്രത്തോളം വഴി നടത്തി. ഹാലേലുയ സ്തോത്രം. പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും അവിടെ ഹാലേലുയ സ്തോത്ര ആ ദൈവത്തിന്റെ കൃപയാൽ ഹാലേലുയ കൂടെ ഇരുന്നുകൊണ്ട്, ഹാലേലുയ ദൈവം കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇന്ന് നിലനിൽക്കുന്നു. അതിന് മുന്നേ ഞാൻ ഹാലേലുയ എൻ്റെ യൗവന കാലത്ത്, അതായത് നേഴ്സിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഓരോ മനുഷ്യരുടെ കഷ്ടപ്പാട്
ആടുകൾ കാണുമ്പോൾ ഞാൻ എന്തിനാ മനുഷ്യർ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ഇത്ര വേദനിച്ച് ജീവിക്കുന്ന എന്തിനാ? ഇതുപോലൊരു അവസരം വരുമ്പോൾ അവിടെ വെച്ച് അങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കണം. അപ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ വേദനിച്ച് എന്തിനാ? എന്നാൽ ഹാലേലുയ, ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി. ഹാലേലുയ, സ്തോത്രം. ഹാലേലുയ, കഷ്ടങ്ങളിൽ ഏറ്റവും അതെ ഹാലേലുയ, നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ടുള്ള ഒരു ദൈവമുണ്ടെന്നും ഹാലേലുയ, അതെ ജീവിതം അവസാനിപ്പിച്ച ഹാലേലുയ അവിടെ വെച്ച് തീരുന്നില്ല, നമുക്കൊരു നിത്യതയുണ്ടെന്ന് ഹാലേലുയ, പ്രിയൻ്റെയോടൊപ്പമുള്ള നിത്യവാസം പ്രാപിക്കണമെന്നൊക്കെയുള്ള ബോധ്യം എന്നെ തന്നു. അത് തന്നെയല്ല ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ ഉള്ളം കരങ്ങളിൽ വഹിച്ചു ആ സ്നേഹം തന്നു ആ മാറോട് ചേർത്ത് ഓരോ നിമിഷവും നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ സ്നേഹം അനുഭവിക്കാനൊക്കെ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. ഈ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നില്ലെങ്കിൽ, അല്ലേ ഈ ദൈവത്തെ ഇതുപോലെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേനെ. സ്തോത്രം. ഈ ബലം ലഭിച്ചത് അങ്ങനെയായിരുന്നു എൻ്റെ ചിന്താഗതി, അങ്ങനെയായിരുന്നു. സ്തോത്രം. ഈ ദൈവ തിരുസന്നിധിയിലായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ബലം ലഭിച്ചതെന്ന് ഞാൻ പറയുന്നു. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സ്തോത്രം. അതുപോലെ ഈ ദേശത്ത് കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ ഇനിയേലും നീ മടങ്ങി വാ ഈ വിശ്വാസത്തിൽ നിന്ന്. എല്ലാവരും ഞങ്ങളുടെ കാലവും കഴിഞ്ഞു പോവും, നീ ഒറ്റപ്പെട്ടു പോവും, നിന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. ഈ വിശ്വാസത്തിലായതുകൊണ്ട് നമ്മുടെ കൂട്ടരൊന്നും നിനക്ക് സപ്പോർട്ടായിരിക്കത്തില്ല, നീ ഒറ്റപ്പെട്ട് നിനക്ക് ആരുമില്ല. ഞാൻ പറയാം, അമ്മ ഇത്രയും നാൾ ആരാ ഉണ്ടായിരുന്നത്? ദൈവം ഞങ്ങളെ നടത്തിയില്ലേ? ആ ദൈവം വിശ്വസ്തന, ആ ദൈവം ഞങ്ങളെ നടത്തിക്കോളൂ, അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞ് സ്തോത്രം. ഈ ദേശത്തേക്ക് ഞാൻ കടന്നു വന്നു. മാനസികമായിട്ട് ഒത്തിരി വിഷമമായിരുന്നു. അനിയത്തിയുടെ പെട്ടെന്നുള്ള വേർപാട്, പ്രിയപ്പെട്ടവൻ്റെ വേർപാട്, ഇതെല്ലാം മനസ്സൊത്തിരി അസ്വസ്ഥമായിരുന്നു. എന്നാൽ ദൈവം ഞാൻ വിചാരിച്ച ദൈവ തിരുസന്നിധി കുറച്ച് ദിവസം ഒന്ന് ചെലവഴിക്കാം, ഈ വിഷമമൊക്കെ ഒന്ന് മാറാനായിട്ട്. മെൻ്റലി ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ദൈവ തിരുസന്നിധി ഞാൻ 40 ദിവസം ഉപവാസത്താലും പ്രാർത്ഥനയാലും ഇരുന്നു. അതെ, നമ്മുടെ വീട് കുഞ്ഞ് രോഗസൗഖ്യം മാത്രമല്ല, നമ്മുടെ ആത്മീയ സന്തോഷം, ആത്മീയ വിടുതലിനും ദൈവം വലിയവനാ. സ്തോത്രം. അതെ, നമ്മൾ ആത്മീയമായിട്ട് വിടുതൽ ആഗ്രഹിക്കുന്നു, ഉന്നമനം ആഗ്രഹിക്കുന്നു, ആ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നു. ആഗ്രഹിച്ചുകൊണ്ട് ആ തിരുസന്നിധി താണിരുന്ന ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. 40 ദിവസം ഉപവാസത്താലും പ്രാർത്ഥനയാലും ആ തിരുസന്നിധിയിലായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ആഭരണം യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ഉപവാസത്താലും പ്രാർത്ഥനയിലും ഇത് വേണോ വേണ്ടയോ എന്നൊരു ഇതെനിക്ക് കിട്ടണം. ദൈവത്തിൽ നിന്നുള്ള ഒരു സ്തോത്രം മറുപടി എനിക്ക് കിട്ടണം. അങ്ങനെ ആ വിഷയവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ 40 ദിവസം ഞാൻ അറിയാത്ത ഒരു ദൈവ തിരുസാന്നിധ്യം, സ്തോത്രം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ ഒരു ദൈവ തിരുസാന്നിധ്യം ഞാൻ അനുഭവിക്കുവാനിടയായി. ദൈവത്തിൻ്റെ വചനം എന്നോട് ഹൃദയമായി ഓരോ വചനങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുവാനും അന്യഭാഷ വരെ ലഭിക്കാനും എല്ലാം ദൈവം സഹായിച്ചു. സ്തോത്രം. അതുപോലെ സ്തോത്രം. ആ സമയത്ത് 39 ദിവസമായി ഫാസ്റ്റിങ്ങിൻ്റെ. ഞാനപ്പോൾ ദൈവത്തോട് ഇങ്ങനെ ബൈബിള് ഇങ്ങനെ തുറന്ന് വായിച്ചിട്ട് ഞാനപ്പോൾ റോമലേഖനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതെടുത്തിട്ട് എനിക്ക് വായിക്കാൻ ഒരു മടിയും, ഒന്നും വായിക്കാൻ തോന്നും. ഒരു ചെറിയൊരു അധ്യായം എനിക്ക് വായിക്കാമെന്നും പറഞ്ഞ് ഞാൻ പോയി ഹോശയ്യ വായിച്ചു. 1-ാമത്തെ അധ്യായം വായിച്ചിട്ട് ബൈബിള് മടി തുറന്നിങ്ങനെ ഇരിക്കുക. അപ്പം തുറന്നിരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുക, ദൈവമേ, ഞാൻ ഈ ആഭരണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചായിരുന്നല്ലോ, ആഭരണം യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന്. അതിനുള്ള മറുപടിയൊന്നും എനിക്ക് ലഭിച്ചില്ലല്ലോ. ഇന്ന് 39-ാമത്തെ ദിവസമല്ലേ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ നേരെ താഴേക്ക് ബൈബിളിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോൾ നേരെ ചെന്ന് കണ്ണടക്കുന്ന ഹോശേയ 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക്, അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെത്താൻ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് തന്നെ മറന്നുകൾ. ആഭരണം എന്നുള്ള ആ കുണുക്കും ആഭരണം അത് തന്നെ കണ്ണിപ്പെട്ട് താഴേക്ക് നോക്കുമ്പോൾ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയെ കൊണ്ടുവന്ന് ഹൃദയമായി സംസാരിക്കും, നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഊശി ഭർത്താവെ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. സ്തോത്രം എന്നൊക്കെയുമുള്ള വചനങ്ങൾ എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, വേറെ കണ്ണാടി പോയി നോക്കുവാനോ ഒന്നും നിന്നില്ല. തറയിലിരുന്ന് ബൈബിൾ അവിടോട്ട് തന്നെ ഞാൻ എൻ്റെ സ്വർണ്ണമെല്ലാം ഊരി അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരു പ്രത്യേക ആത്മ നിറവിൽ ദൈവം എന്നെ അവിടെ നടത്തി. ഇത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ആദ്യം കാണുന്ന ഒരു ഇത് നിന്നോടുള്ള ദൂതെന്നും പറഞ്ഞ് ആദ്യം
ഒരു ഹെഡിങ്. ഇതെന്താ ഇങ്ങനെ നോക്കിയപ്പോൾ അതൊരു ദേവദാസന്റെ ഒരു മെസ്സേജ് ആയിരുന്നു. ഹാലേലുയാ സ്തോത്രം. അതിൽ ഹാലേലുയാ സ്തോത്രം യെശയ്യാ പ്രവാചകൻ 54-ാം അധ്യായത്തിൽ നിന്നുള്ള ഹാലേലുയാ സ്തോത്രം വചനത്താൽ ഹാലേലുയ വീണ്ടും ദൈവം എന്നെ അത് ഉറപ്പിച്ചു ഒന്നുകൂടെ. ഹാലേലുയാ സ്തോത്രത്തിൽ 4-ാം വാക്യം, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവത്തിലെ നിന്ന നീ ഇനി ഓർക്കുകയില്ല. നിന്റെ സ്രഷ്ടാവുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്നു അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാവുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളു. പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹാലേലുയാ സ്തോത്ര. ആ വചനങ്ങളാ ഹാലേലുയാ സ്തോത്ര ദൈവം ഹാലേലുയ ബലപ്പെടുത്തി. ഹാലേലുയ ഞാൻ ആ 40 ദിവസം കഴിഞ്ഞ് എണീക്കുന്ന ഒരു പ്രത്യേക ബലത്തോടെ, ഇതുവരെ അനുഭവിക്കാത്ത ഒരു ബലത്തോടെ, ശക്തിയോടെ ദൈവം എനിക്ക് എഴുന്നേൽക്കുവാൻ കൃപ തന്നു. ആ പരിശുദ്ധാത്മാവിന് ദൈവ ശബ്ദം ഹാലേലുയ അതെ ഹാലേലുയ ഇടപെട്ടു. ഹാലേലുയ സ്തോത്രം. ഇതിൽ പരം സന്തോഷം നമുക്ക് വേറെ എന്തുവാ വേണ്ടേ? ഹാലേലുയ ഇതിൽ പരം ബലം മറ്റെവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഹാലേലു നമുക്ക് പല ബുദ്ധിമുട്ടുകൾ, വേർപാടുകൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുക. ഈ ലോകത്തിന് ഈ സമാധാനം നമുക്ക് തരാൻ പറ്റത്തില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ ഹാലേലുയ ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനവും ബലവും തരുന്ന ഒരു ഹാലേലുയ സർവശക്തനായ ഒരു യഹോവയുണ്ട്. ഹാലേലുയ സ്തോത്രം. അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഹാലേലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതെ ഹാലേലുയ സ്തോത്രം. ഇനി ഇല്ല, തീർന്നു പോയെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഹാലേലുയ ദൈവം പ്രവർത്തിക്കുന്ന യഹോവയ. എൻ്റെ ഹാലേലുയ പ്രിയപ്പെട്ടവനെ ദൈവം ഹാലേലുയ സ്തോത്രം. ഈ ഹാലേലുയ തീർന്നു പോയെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നാണ് ഇത്രത്തോളം ദൈവം നടത്തിയ ഹാലേലുയ. അതിനൊക്കെയുമായി ഹാലേലുയ സ്തോത്രം. അതെ 100% ഡിസേബിൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ദൈവം എനിക്കൊരു തലമുറയെ തന്നത്. ഹാലേലുയ സ്തോത്രം. ഇതിനൊക്കെയും ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഹാലേലു ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതും അതും ഒരു സാക്ഷിയാണ്. കാരണം ഹാലേലു ഞാനിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു എൻ്റെ മോനോട് ഇതെല്ലാം എനിക്കൊന്ന് പറയണമെന്ന്. എന്നാൽ ഹാലേലുയ പൂർണ്ണമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയുവാന്നല്ലാതെ ഇങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം ഈ 12th കഴിയുമ്പോൾ മോനെ നാട്ടിൽ വിടണമല്ലോ. എന്നാൽ അതിനു മുന്നേ ഇത് ഫുൾ ഇരുന്ന് കേൾക്കുവാൻ തക്കവണ്ണം എൻ്റെ പ്രിയ മകനെ ഈ സാക്ഷ്യത്തിലൂടെ പറയാൻ ദൈവം അവസരം തന്നു. അതും ഒരു മുഖാന്തരമായി. അതിനും ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതെ ഹാലേലുയ നമ്മുടെ ഹാലേലു ചെറിയ ആഗ്രഹങ്ങൾക്ക് പോലും ഹാലേലു മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹാലേലുയ സ്തോത്രം. അതെ ഹാലേലുയ സ്തോത്രം സ്തോത്രം. ഹാലേലുയ സ്തോത്രം. എന്നെ കേൾക്കുന്ന ഹാലേലുയ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹാലേലുയ സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹാലേലുയ സ്തോത്രം നമ്മൾ ആ ദൈവ തിരുസന്നിധിയിൽ ആശ്രയിക്കണം. ഹാലേലുയ അതെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവമുണ്ടെന്നേ. ഹാലേലുയ സ്തോത്രം. ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹാലേലുയ സ്തോത്രം. പ്രതികൂല സാഹചര്യത്തെ ഹാലേലുയ സ്തോത്രം പലപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നത്തെയാണ് നോക്കുന്നത്. ഹാലേലു. എന്നാൽ ഈ പ്രശ്നത്തെക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ട്, ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാലേലുയ സ്തോത്രം. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചാൽ ആ ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ആ സ്വർഗത്തിൽ നിന്നുള്ള ആശ്വാസം നമ്മളിലേക്ക് പകർന്നു തരിക തന്നെ ചെയ്യും. ഹാലേലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലുയ സ്തോത്രം. അതെ നമ്മുടെ ഈ ലോക ജീവിതം ഹാലേലു പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ പലതിനും വേണ്ടി വ്യഗ്രതപ്പെട്ട് ഓടുന്നവരാ. എന്നാൽ ഈ ലോകത്തിലെ ജീവിതം ഏറിയാൽ 70-80 അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഹാലേലുയ ഒരു നിത്യതയുണ്ട്. ഹാലേലുയ സ്തോത്രം. ഇതിലൊക്കെ ചുരുക്കകാലമേ ഉള്ളൂ ഈ ദേശത്ത്. എന്നാൽ ഈ ലോകത്ത് ഹാലേലു എന്നാൽ ഒരു ദീർഘകാലം ഒരു പ്രിയന്റെ കൂടെ ഒരു ഹാലേലു നിത്യവാസമുണ്ട്. ഹാലേലുയ സ്തോത്രം. അതിനായിട്ട് നമുക്ക് ദിനം പ്രതി ഒരുക്കമുള്ളവരായി നമ്മുടെ ജീവിതത്തെ വചനപ്രകാരം ക്രമപ്പെടുത്തിക്കൊണ്ട് ഹാലേലു നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ ഓരോ ദിവസവും ആ വചനമായിട്ട് നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കി ഹാലേലുയ ക്രമീകരിച്ചുകൊണ്ട് അത് പ്രകാരം ജീവിച്ച് പ്രിയനോടൊപ്പമുള്ള നിത്യവാസം പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹാലേലു അതിനായിട്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഹാലേലു ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്നു. ഹാലേലുയ സ്തോത്രം. ഹാലേലു ഇത് പറഞ്ഞുകൊണ്ട് ഹാലേലുയ ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഹാലേലുയ സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഹാലേലുയ ദൈവം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഹാലേലുയ സ്തോത്രം. അതുപോലെ ഹാലേലുയ സ്തോത്രം പാസ്റ്ററോട് ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഹാലേലുയ സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ ദൈവം അധികമായി മാനിക്കട്ടെ. അദ്ദേഹം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നുവല്ലോ. ഹാലേലുയ ഈ സാക്ഷ്യങ്ങളൊക്കെ ഹാലേലുയ ചാനലിൽ കൂടി വരുന്ന ഹാലേലുയ സാക്ഷ്യങ്ങളൊക്കെ അനേക ബലമില്ലാത്തവർക്ക് ബലം പകരുന്നതാണ്, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ പ്രവർത്തനത്തെ ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററേയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോമ
TV പ്രേക്ഷകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ ഇതുവരെയും പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവം അത്ഭുതകരമായി നടത്തിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പ്രസ്താവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഈ സാക്ഷ്യത്തിലുടനീളം മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അത് സിസ്റ്റർ സ്വന്തം ഭർത്താവിനേക്കാൾ അധികമായി കർത്താവിനോടാണ് ചേർന്നിരുന്നത് അല്ലെ ചേർന്നിരിക്കുന്നത് എന്ന് ഓരോ വാക്കിലൂടെയും കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. മാതാപിതാക്കന്മാരെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ജീവിത പങ്കാളിയേക്കാൾ, മറ്റേതൊരു സാഹചര്യത്തേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് പ്രിയ ലിൻസി സിസ്റ്റർ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവിനെ തള്ളിപ്പറയാതെ, കർത്താവിൽ നിന്ന് അണുവിട പോലും മാറാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇത്ര ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ആത്മീയ ജീവിതമെന്ന് ഈ തീച്ചുളയുടെ നടുവിലും അത് രുചിച്ചറിഞ്ഞ് കർത്താവിനെ ഉയർത്തുവാൻ പ്രിയ ലിൻസി സിസ്റ്ററിനെ കർത്താവ് സഹായിച്ചത് ഓർത്ത് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ കുവൈറ്റിൽ കടന്നു വന്ന് കുവൈറ്റിലെ ജോലിയും ജീവിത സൗകര്യങ്ങളും മറ്റ് പലവിധമായ സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമായിരുന്നപ്പോഴാണ് ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു വിപത്ത് നേരിടുവാൻ ഇടയായിത്തീർന്നു. അപ്രതീക്ഷിതമായി വിവാഹം കഴിഞ്ഞു, അധികം നാളായിട്ടില്ല, ഒരു തലമുറ പോലും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം നേരിട്ടത്. സ്വാഭാവികമായി ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ സമൂഹത്തിന് മാതൃകയുള്ളൊരു ജീവിതമാണ്, അല്ലെങ്കിൽ മാതൃകയുള്ളൊരു സാക്ഷ്യമാണ് സിസ്റ്ററിൻ്റെ സാക്ഷ്യമെന്ന് എടുത്തു പറയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. സിസ്റ്ററിനെ ആ കാര്യത്തിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹം കണ്ടുപഠിക്കണം, ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കണം. ഇന്ന് പൈസയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടെങ്കിൽ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളുടെ പുറകെ പോകുന്ന, അല്ലെങ്കിൽ മറ്റു ജീവിത സാഹചര്യം തിരഞ്ഞെടുക്കുന്ന ഒരു ലോകമാണ് മുന്നിലുള്ളത്. മാതാപിതാക്കന്മാർ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു, മറ്റൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു. നീ എങ്ങനെ ഇങ്ങനെ തലമുറയില്ലാതെ ജീവിക്കുമെന്ന് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ ഉയർന്നു. അതിൻ്റെയൊക്കെ നടുവിൽ അബ്രഹാമിൻ്റെയും സാറയുടെയും നിർജീവത്വം മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം സിസ്റ്ററിൻ്റെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കർത്താവ് തന്നു. അതും വൈദ്യശാസ്ത്രപ്രകാരം അസാധ്യമായ, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു. മാത്രമല്ല, ജോലി സ്ഥലത്ത് കറണ്ടടിച്ച് 10 മിനിറ്റ് മരിച്ച ആ ഒരവസ്ഥയിലായിരുന്ന പ്രിയത്തവൻ വൈദ്യശാസ്ത്രം കൈവിട്ട ആ ഒരു വ്യക്തിയെ തുടർമാനമായി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് പിടിച്ചു വാങ്ങിച്ച് 20 വർഷം, ഹിസ്കിയാവിൻ്റെ ആയുസ് പ്രാർത്ഥനയുടെ ഫലമായിട്ട് 15 വർഷമാണ് നീട്ടിക്കൊടുത്തതെങ്കിൽ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നീണ്ട 20 വർഷം കൂടെ ജീവിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കർത്താവ് തരുവാൻ അത് മുഖാന്തരമാക്കി തീർത്തു. കർത്താവിനോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കർത്താവിനോട് ചേർന്നിരുന്നപ്പോൾ ജീവിതത്തിൽ നേടിയ ആത്മീയ അനുഗ്രഹങ്ങൾ, ജീവിതത്തിലുണ്ടായ വലിയ വലിയ വിടുതലുകൾ, അതുകൊണ്ട് മാത്രമാണ് ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ, അഭിമുഖീകരിക്കാൻ, പിടിച്ചു നിൽക്കുവാൻ കൃപ ഉണ്ടായത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ തരുണത്തിൽ ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ തന്നെ എല്ലാവിധമായ ദൈവീയ സമാധാനവും ആശ്വാസവും പ്രിയ സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ സ്വർഗത്തിലെ ദൈവം തരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ആകട്ടെ സിസ്റ്ററെ, മോൻ അവിടെ ഉണ്ടല്ലോ, മോനെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്.
ആ, പ്രൈസ് ലോഡ് മോനെ, പ്രൈസ് ലോഡ്, പ്രൈസ് ലോഡ്. മോന്റെ പേരെന്തുവാ? ജോയൽ വർഗീസ്. ഓക്കെ, മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാനിപ്പോൾ 12th പഠിക്കുകയാണ്. ഓക്കെ. മമ്മിയുടെ സാക്ഷ്യം മോൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദൈവീയ ഇടപെടലുകൾ ഒരു അത്ഭുത സാക്ഷ്യമാണ്. മോനെ ദൈവം ഒരു ശമൂവേൽ ബാലനെ പോലെ വാത്സല്യ മാതാവിന് ദൈവം കൊടുത്തതാണ്. ദൈവം തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് മോൻ എന്നുള്ളതിന് എന്നും എന്നും സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ മമ്മിയെ മോനെയും ദൈവം സഹായിക്കട്ടെ. മോനെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനായി തീരുക. നന്നായി പഠിക്കുക. മമ്മിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സ്നേഹവും കരുതലും എല്ലായ്പ്പോഴും കൊടുക്കുക. ദൈവമായ കർത്താവ് മോനെ സഹായിക്കട്ടെ. മമ്മി കാണിച്ചു തന്ന ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഈ നല്ല മാതൃക തീർച്ചയായിട്ടും മോനെയും പിന്തുടരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അരോമ ടി വിയിൽ പ്രിയ മോൻ്റെ മമ്മിയെയും മോനെയും പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സിസ്റ്ററെ, മോനെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, ഒത്തിരി സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം എത്രത്തോളം ഏതെല്ലാം നിലകളിൽ നിങ്ങളെ സ്വാധീനിക്കുവാനിടയായി തീർന്നുവെന്ന് എനിക്കറിയില്ല. ഈ സാക്ഷ്യത്തിൻ്റെ ആദ്യം മുതൽ ഈ സമയം വരെയും ഹൃദയത്തിൽ ഞാൻ വളരെ വേദനയോടെ ഈ വാക്കുകൾ, ഈ സാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. ഒരു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു എങ്കിൽ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുമോ? എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നത് എന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പലരും ചോദിക്കുവാനിടയായിത്തീരും. പലരും കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ കമൻറ്റ് പോലും എഴുതിയിടുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരോടും ചിലരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു സാഹചര്യത്തിൽ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു ദൈവത്തെ എന്തിനാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കൊരവസരമുണ്ടായാൽ പോലും എത്ര കാലമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നതിന് ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും സമയവും ദൈവത്തെ അറിഞ്ഞ് ദൈവഭയത്തിൽ ദൈവകൃപയിൽ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിൽ പരം ഭാഗ്യം നമുക്ക് മറ്റൊന്നില്ല. പ്രിയ ലിൻസി സഹോദരിയുടെ ജീവിത പങ്കാളി ഒരു ഘട്ടത്തിൽ മരിച്ച് പോയ വ്യക്തിയാണ്. എന്നാൽ അതേ തുടർന്ന് അദ്ദേഹം നീണ്ട 20 വർഷം കൂടി ജീവിക്കുവാൻ ഇടയായി തീർന്നത് ഒരു ദൈവപ്രവൃത്തിയല്ലേ? അതിൻ്റെ പിന്നിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചിട്ടില്ലേ? അതുപോലെ ഒരു തലമുറയില്ലാതിരുന്ന, ഒരു വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെയാണ് ആ പ്രിയപ്പെട്ടവന് അങ്ങനെ ഒരു അനർത്ഥം നേരിടുവാനിടയായി തീർന്നു. അവർക്ക് തലമുറയില്ലാതെ ദൈവം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരാൺകുഞ്ഞിനെ കൊടുത്തില്ലേ? നമ്മളിപ്പോൾ ആ കുഞ്ഞിനെ കണ്ടു. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. ഇനിയും ഈ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ തള്ളിപ്പറയുവാൻ കഴിയും? നമ്മൾ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം, വിശ്വാസം നമുക്ക് എങ്ങനെ കൈവിടുവാൻ കഴിയും? ഒരിക്കലും കഴിയുകയില്ല. വാത്സല്യ സഹോദരിയുടെ വാക്കുകൾ സാക്ഷി നമ്മൾ കേട്ടു കഴിഞ്ഞു. താൻ തൻ്റെ കർത്താവിനോട് താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന് അവസാനത്തോളം ആ കർത്താവിനെ പിൻപറ്റുവാൻ തൻ്റെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ആ ദൈവ സ്നേഹത്തെക്കാൾ വലുതൊന്നും ഈ ഭൂമിയിൽ ഇല്ല, ആ ദൈവത്തെക്കാൾ വലിയതായിട്ടൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് പ്രിയ സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുവാനിടയായി. ഇത് വ്യക്തിപരമായ ഒരു അനുഭവം, ആരും പിടിച്ചേൽപ്പിച്ചതല്ല, ആരുടെയും പരപ്രേരണയാലുണ്ടായിട്ടുള്ള കാര്യമല്ല. ഇത് വ്യക്തിപരമായ ഒരു ദൈവിക ബന്ധമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും തിരുവെഴുത്തുകൾ നാം വായിക്കുന്നു, എബ്രായ ബാലന്മാർ ഇങ്ങനെ പറയുക, ഈ തീയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. കാരണം അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവർ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായപ്പോൾ നമുക്കറിയാം, അഗ്നിയിൽ അവരെറിയപ്പെട്ടു, അവർ തീയിൽ വലിച്ചെറിയപ്പെടുവാൻ ഇടയായി തീർന്നു, സിംഹക്കുഴിയിൽ വലിച്ചെറിയപ്പെടുവാൻ ഇടയായി തീർന്നു. പക്ഷേ
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അഗ്നിയിൽ നാലാമനായി സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്നും അഗ്നിയിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മരണത്തിനപ്പുറമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ ലിൻ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ താൻ ഇന്ന് ആശ്വാസത്തോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനം പ്രിയ സഹോദരയുടെ ജീവിതത്തിലുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം തൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹം തൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യശ്രോതാവേ, നിങ്ങൾ ഇതുപോലെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയായിത്തീരുമാറാകട്ടെ. ഞങ്ങളെ വിമർശിക്കുന്നവരോട് പറയട്ടെ, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈ ദൈവത്തിൻ്റെ സ്നേഹം അത് മരണത്തിനോ ജീവനോ ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കുമോ ഞങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ അവസാന ശ്വാസം വരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ആ വാക്കുകൾ ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിപ്പാൻ കഴിയുന്നത് മരണത്തിനോ ജീവനോ ആമേൻ മറ്റൊരു ശക്തിക്കോ ഒരു സ്വാധീനത്തിനോ ഈ ലോകത്തിൻ്റെ യാതൊരു വിധമാകുന്ന പ്രേരണകൾക്കോ അതിന് കഴിയുകയില്ല. ആകയാൽ അവസാന ശ്വാസം വരെ ഈ വിശ്വാസത്തെ ഉറച്ചു നിൽക്കുക. പ്രിയ കർത്താവിൻ്റെ ദാസിയെ, പൈതൻ്റെ കുടുംബത്തെ, ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളോടെ നമ്മളായിരിക്കുന്നിടത്ത് കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഈ വാത്സല്യ സഹോദരിയെ ഓർത്ത്, ആ കുഞ്ഞിനെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ ലിൻസി സിസ്റ്റർ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്തവനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അപ്പാ സ്തുതിക്കുന്നു, മഹത്വം കരയേറ്റുന്ന അപ്പച്ചനെ സ്തോത്രം. ഹല്ലേലൂയ. സകല മഹത്വവും പൂഴ്ചയും പിതാവേ അവിടുത്തേക്ക് തരുന്നു. നന്ദി കർത്താവേ. സ്തോത്രം, സ്തോത്രം, മഹത്വം കരയേറ്റുന്നു. ഇന്നത്തെ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ. സ്തോത്രം. അടിയന് ഹാലേലൂയ കർത്താവേ, അവിടുത്തെ സാക്ഷീകരിപ്പാൻ തന്ന ഹാലേലൂയ ഹാലേലൂയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത്. അപ്പം ഞങ്ങളായിരിക്കുന്നത് ഹാലേലൂയ ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളെ അപ്പച്ചൻ ഹാലേലൂയ കർത്താവ് നിർത്തിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹത്വം കരയേറ്റുന്ന കർത്താവേ. ഹാലേലൂയ. സ്തോത്രം. ഈ സമയം ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ അടിയങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹാലേലൂയ എല്ലാ അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ചനെ ഹാലേലൂയ സ്തോത്രം. അനേക ഹാലേലൂയ സ്തോത്രം വിവിധങ്ങളായ ഹാലേലൂയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടല്ലോ കർത്താവെ. അടിയങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. സ്തോത്ര. കുടുംബത്തിൽ ഹാലേലൂയ സ്തോത്രം. അതെ, സന്തോഷം മാത്രമല്ല ഹാലേലൂയ അതിൽ ഹാലേലൂയ ദുഃഖങ്ങളും കടന്നു വരും. എന്നാൽ അവിടെ ഹാലേലൂയ മുന്നോട്ട് പോകുവാൻ ഒരു ദൈവത്തിൽ ആശ്രയിച്ച് ഹാലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുമ്പോൾ ഹാലേലൂയ നമുക്ക് ബലം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ സ്തോത്രം. അതെ ഹാലേലൂയ സ്തോത്രം, സ്തോത്രം. കൂരിരുൾ താഴെ കൂടി നടന്നാലും കൂടെ ഇരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോരുത്തരെയും വിവിധങ്ങളായ ഹാലേലൂയ വേദനയുടെ അനുഭവങ്ങളിൽ കർത്താവ് ആശ്വാസദായകനായി വിടുതലായി ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലേലൂയ സ്തോത്രം, സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകാതെ കർത്താവിൽ ഉറച്ച് വിശ്വസിച്ച് എൻ്റെ ദൈവം സകലതിനും മതിയായവനെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ യഹോവയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഒരിക്കൽ കൂടി ഹാലേലൂയ സ്തോത്രം, ഹാലേലൂയ സ്തോത്രം. പാസ്റ്ററേയും ഹാലേലൂയ സ്തോത്രം കുടുംബത്തെയും എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ ലിൻസി സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോടും പൈതലിനോടും കുടുംബാംഗങ്ങളോടും ഹൃദയമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് എല്ലാവിധമായ സമാധാനത്താലും ആശ്വാസത്താലും നിറയ്ക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com